Good morning. ഹായ് എവ്രി വൺ. സോ നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഇന്ന് നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കണം, ആരും ലീവ് ചെയ്യരുത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെഷനാണ്. എല്ലാ ഞായറാഴ്ചയും നിങ്ങൾക്ക് അറിയാം നമ്മുടെ ലൈഫിൽ വലിയ രീതിയിൽ ഹീലിംഗിലേക്ക് സഹായിക്കുന്ന സെഷൻസ് ആണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്ന് കുറേ ഇൻസൈറ്റ്സുകൾ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. റെഡിയാണോ? ആർ യു റെഡി? ഗുഡ് മോർണിംഗ് എവ്രി വൺ. അതായത് ഇറ്റ്സ് മീ റിയൽമി. എന്താ ഇറ്റ്സ് മീ റിയൽമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ നമ്മളെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുള്ള ദിവസങ്ങളെ പറ്റി പറയുന്നതാണ് ഇറ്റ്സ് മീ റിയൽമി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഷോ. അപ്പൊ ഈ ഒരു ഷോയിൽ നമുക്ക് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഇന്നും നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. എല്ലാ ഞായറാഴ്ചയും നമുക്ക് ഗസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഗസ്റ്റുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതുതായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ഇന്നത്തെ ഗസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, വെൽക്കം ചെയ്യാം. ആർ യു ദേർ? ഹലോ, ഗസ്റ്റ് ആയിട്ട് നമുക്ക് ഇന്ന് ജോയിൻ ചെയ്യുന്ന. ഹലോ, വീഡിയോയിൽ വരാവോ? റെഡിയാണോ? ശരത്, നമുക്ക് ഗസ്റ്റ് റെഡി ആണോ എന്ന് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യൂ കേട്ടോ. ഹലോ, ഓക്കെ. ഹോപ്പ് ടുഡേയ്സ് ഓക്കെ, നമുക്ക് അതിനു മുൻപ് എന്ത് ചെയ്യാൻ സംസാരിക്കാം. ഇതുവരെയുള്ള നിങ്ങളുടെ ജേണി, ഇത്രയും ഉള്ള ജേണി സംഗതികൾ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നല്ല രീതിയിലാണ് പോകുന്നത്? ആർ യു ഹാപ്പി ഫോർ ദ ഗ്രോത്ത്? നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗ്രോത്തിനെ കുറിച്ചും അതേപോലെ തന്നെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ സെഷൻസും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് നല്ല ചേഞ്ചസ് വരുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മെഡിറ്റേഷൻ? ഇന്നത്തെ മെഡിറ്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് ദാറ്റ്? ഡു യു എൻജോയ് ചെയ്തോ? സൂപ്പർ. ഓക്കെ. മെഡിറ്റേഷൻ ഓക്കെ, വെരി ഗുഡ്. സൂപ്പർ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. മെഡിറ്റേഷൻ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ലൈഫിലേക്ക് വലിയ രീതിയിലുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്നും പറയാനാണ് ഒരു മെസ്സേജ് പാസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഗസ്റ്റിലേക്ക് കിടക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് എന്ന് പറയുന്നത് ബി കൺസിസ്റ്റന്റ്. കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ക്ലീഷ ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. സ്ഥിരമായിട്ട് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിസൾട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സ്ഥിരമായിട്ട് ചെയ്യുന്നതിലൂടെ മാത്രം. സ്ഥിരമായിട്ട് ചെയ്യുക എന്ന് പറയുന്നത്, അപ്പം നിങ്ങളിപ്പോൾ മെഡിറ്റേഷൻസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ സ്ഥിരമായിട്ട് നല്ല രീതിയിലേക്ക് വലിയ വലിയ രീതിയിലേക്കുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും കൺസിസ്റ്റൻസിയാണ് നിങ്ങളെ സഹായിക്കുക. ഇപ്പം കൺസിസ്റ്റൻസിയെ കുറിച്ച് നമുക്ക് സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ ലൈഫിൽ ഏറ്റവും വലിയ രീതിയിലുള്ള ചേഞ്ചസുകൾ കൊണ്ടുവരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സെൽഫ് ഡിസിപ്ലിൻ. കൺസിസ്റ്റൻസി ഡെവലപ്പ് ചെയ്യുന്നത് സെൽഫ് ഡിസിപ്ലിനിൽ നിന്നാണ്. അപ്പോൾ ആ സെൽഫ് ഡിസിപ്ലിൻ നമ്മളെല്ലാവരും പാലിക്കുക. ഓക്കെ, പാലിച്ചിട്ട് നമ്മുടെ ലൈഫിലേക്ക് വലിയ ചേഞ്ചസ് എന്ത് ചെയ്യാൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ശരത്, ആർ യു ദേർ? യെസ്, ഓക്കെ. ശരത്, ഒന്ന് കേൾക്കുന്നില്ല, ഒന്ന് പറയാമോ? ഹലോ, ഓക്കെയാണ്. നമ്മുടെ ഗസ്റ്റ് ഇപ്പൊ ജോയിൻ ചെയ്യും. ഓക്കെ, ശരത് എന്ന ഗസ്റ്റ് ആയിട്ട് വരുന്നത്? ശരത്ത് നെക്സ്റ്റ് വീക്കിൽ വരാം അല്ലെ? ശരത്ത് നമുക്ക് ഗസ്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരണം. കാരണം ശരത്തിന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ശരത്തിനെ ഗസ്റ്റ് ആയിട്ട് വിളിക്കാം. നിങ്ങളെല്ലാവരും ഉണ്ടാവുമല്ലോ അല്ലേ? നിങ്ങളെല്ലാവരും നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യണം, കാരണം ശരത്തിന്റെ അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ഓക്കെ, നമ്മുടെ ഗസ്റ്റിന് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് ആൾ ജോയിൻ ചെയ്യുന്ന പ്രതീക്ഷിക്കാം. ഹായ് ഷിഹാബ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ അപ്പോൾ ഇറ്റ്സ് മീ റിയൽമി എന്ന് പറയുന്ന ഈ ഒരു സംഗതി നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം, അപ്പം ഞാൻ അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് ആയിട്ടുള്ള ട്രെയിനേഴ്സൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ നൽകാറുണ്ട് അല്ലേ? ആ ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോകുന്നു നിങ്ങൾ കേൾക്കാറുണ്ടോ? ടീം മെമ്പേഴ്സ് നൽകുന്ന പല ഗസ്റ്റ് സ്പീക്കേഴ്സും നിങ്ങൾക്ക് വന്നിട്ട് പല ട്രെയിനിങ്സുകളും സംഗതികളും ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ടോ? നിങ്ങൾക്കത് ഉപകാരപ്പെടാറുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് നിങ്ങളൊന്ന് അറിയിക്കും. നിങ്ങൾ പഠിച്ചിട്ടുള്ള കഴിഞ്ഞ ഈ ഒരു വീക്കിൽ പഠിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഒരു പോയിന്റ് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാം. നിങ്ങൾ ഇത്രയും ദിവസം പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് പഠിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. എനിബഡി ക്യാൻ ഷെയർ.
ആ ട്രെയിനർക്ക് വലിയൊരു എന്താ പറയുക അപ്രീസിയേഷൻ ആയിരിക്കും. ബിക്കോസ് ടെൻഷൻ മാറി എന്ന് പറയുന്നത് ഷഹീർ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ടെൻഷൻ മാറി, ഒരുപാട് വിഷമങ്ങൾ മാറി. പിന്നെ വേറെ എന്താ സംഭവിച്ചത്? വേറെ നിങ്ങൾക്ക് എന്താ സംഭവിച്ചു? വേറെ ഏതെങ്കിലും രീതിയിലുള്ള ടെൻഷൻസ് മാറിയിട്ടുണ്ട്? നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. വെരി ഗുഡ് മാജിദ, താങ്ക് യു. ഇവിടെ ആദ്യമായിട്ട് നമ്മുടെ ഇറ്റ്സ് മീ റിയൽമി അറ്റൻഡ് ചെയ്യുന്നവരുണ്ടോ? ഒന്ന് മീ എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഓൺ മീ. ഇറ്റ്സ് മീ റിയൽമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സൺഡേ സെഷൻസ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. മീ. ആഗ്രഹമല്ല വേണ്ടത്, വിശ്വാസമാണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലായി ഫാരിസ്. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഓക്കെ, ഐഫോൺ. ഓക്കെ, നിങ്ങളുടെ പേരൊന്ന് പറയാമോ? അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാവോ? ഓക്കെ, ഹലോ. ഓക്കെ, ടുഡേ ഇസ് ദ ഫസ്റ്റ് ഡേ. ഷഹീർ പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. ടുഡേ ഇസ് ദ ഫസ്റ്റ് ഡേ. ഇതിനു മുൻപ് നമ്മളുടെ ഏകദേശം കഴിഞ്ഞ ഈ ഒരു 1 വീക്കായിട്ട് നമ്മുടെ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോ? 1 വീക്കായിട്ട്? മുനീർ ഷേദിൽ പറയുന്നു മീ. ഓക്കെ, വെരി ഗുഡ്. ഓൾ റൈറ്റ്. നമുക്ക് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പതിയെ കിടക്കാം. ഓക്കെ, റെഡി. നമ്മുടെ ഗസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരത്ത് അറിയിക്കണം. ഓക്കെ, ശരി. ഓക്കെ, അതുവരെ നമുക്കൊന്ന് ഇന്ററാക്ട് ചെയ്യണം, കാരണം ഗസ്റ്റിന് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ ചെറിയൊരു സ്റ്റോറി പറയാം. അടുത്ത 2 ദിവസം നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, നമ്മുടെ പ്ലാറ്റ്ഫോമിനെ ഒന്നുകൂടി ഉഷാറാക്കുന്നതിന് ഭാഗമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ശബ്ദം കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും പ്രശ്നം അനുഭവപ്പെടുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആം ഐ ഓഡിബിൾ? ഓക്കെ. ഓഡിബിൾ. സോ അടുത്ത 2 ദിവസം ഞാൻ ചെന്നൈയിലേക്ക് പോവാണ്. അവിടെ ഒരു ട്രെയിനറുടെ കീഴിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു മെന്റർ ഉണ്ട്, മെന്ററുടെ കീഴിൽ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. എന്തിനാണ് പോകുന്നത്? ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്കും, നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം, നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടും, ഇതിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും കൂടുതൽ മികച്ച രീതിയിലേക്ക് ഇനി എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും, ഇന്നോവേറ്റീവായിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അത്തരത്തിലുള്ള കാര്യങ്ങളുടെ പ്ലാനിങ്ങിനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപ്ഡേഷൻസിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ ഞാൻ അതിൽ നിന്ന് എനിക്ക് നൽകാനുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഓൾവേസ് കീപ്പ് ഓൺ ലേണിംഗ്. ഒരുപാട് അറിയാം, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് അറിയാം, അല്ലെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും അറിയാം എന്ന രീതിയിലുള്ള ഒരു മനോഭാവം നമ്മൾ ഒരിക്കലും കൊണ്ടു നടക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ലക്ഷങ്ങൾ മുടക്കിയാലും കുഴപ്പമില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ പഠനം തുടരണം. നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഗതികൾ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് വേണ്ടത്, കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ കോച്ചിങ് ഇൻഡസ്ട്രിയിലുണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എത്ര കണ്ട് കൂടുതൽ പഠിച്ചുവോ അത്ര കണ്ട് നമുക്ക് മനസ്സിലായി പലതും നമുക്ക് അറിയില്ല, ഇനിയും പഠിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളത്. നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കണം, നിരന്തരം പണം ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സംഗതി നടക്കുന്നത് ശരിക്കും സീരിയസ് ആയിട്ട് ആരാണോ കമ്മിറ്റഡ് ആയിക്കൊണ്ട്, ആരാണോ പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ഫ്രീ ആയിട്ടുള്ള സെഷൻസോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസോ ഒന്നും കൊണ്ടും പോരാ. അതിനപ്പുറത്തേക്കുള്ള കോച്ചിങ് ആവശ്യമാണ്, ട്രെയിനിങ് ആവശ്യമാണ്, സപ്പോർട്ടുകൾ ആവശ്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു എൻവയൺമെന്റ്, ഒരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ഫ്രീ ആയിട്ട് ലേൺ ചെയ്യുന്ന ആൾക്കാർ, ഫ്രീ വെബിനാറുകൾ അറ്റൻഡ് ചെയ്യുക, യൂട്യൂബ് വീഡിയോസ് കാണുക, സംഗതികൾ ഫ്രീ ആയിട്ട്. ദേ ആർ വെരി കാഷ്വലി ലേണിംഗ്. കാഷ്വൽ ലേണേഴ്സ് ഉണ്ട്. കാഷ്വൽ ലേണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, ഒരു ഇന്റലക്ച്വൽ പ്ലഷറിന് വേണ്ടിയിട്ട്, ഒരു രസം, ഒന്ന് കേട്ട് നോക്കാം, അല്ലെങ്കിൽ ലൈഫ് ചേഞ്ച് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു ഇന്റലക്ച്വൽ ചേഞ്ചേ ഉണ്ടാവുള്ളൂ. എന്താ ഇന്റലക്ച്വൽ ചേഞ്ച്? ഇന്റലക്ച്വൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് ലൈഫിൽ റിസൾട്ട് ഉണ്ടാവില്ല. നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയാം, നിങ്ങൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി, അത് നിങ്ങളുടെ ഈഗോയാണ് ഫീഡ് ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫിനെ ഫീഡ് ചെയ്യില്ല, ട്രാൻസ്ഫോർമേഷനെ ഫീഡ് ചെയ്യില്ല, റിസൾട്ടിനെ ഫീഡ് ചെയ്യില്ല. എത്ര പേർക്ക് മനസ്സിലായി? എത്രയോ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. സ്വർണം,
ശരിയാണോ? ഡു അഗ്രി വിത്ത് മീ? ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യുന്നവരാണ്. ഐ ലുക്ക് സ്മാർട്ട്, ഞാൻ സ്മാർട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു മനസ്സിലാവുന്നുണ്ടോ? യെസ് പറഞ്ഞോളൂ ശരത്. ഗസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഗസ്റ്റിനെ എന്ത് ചെയ്യുക, പതിയെ നിങ്ങൾ ഒന്ന് സ്പോട്ട് ലൈറ്റിലേക്ക് ഇടുക കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. അപ്പോ മാം, വെൽക്കം ടു ദ പ്ലാറ്റ്ഫോം. താങ്ക് യു. ആൻഡ് ക്യാൻ യു അൺമ്യൂട്ട്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ മാം. താങ്ക് യു. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. എന്തായാലും ഞാൻ എന്ത് ചെയ്യാം, മാമിലേക്ക് തിരിച്ചു വരാം. സിസ്റ്റർ മാമോട് നിൽക്കും. പറഞ്ഞു വന്ന പോയിന്റ് എന്താണ്? സീരിയസ് ലേണേഴ്സിനെയാണ് നമുക്ക് ആവശ്യം നിങ്ങളുടെ ലൈഫിലേക്ക്. പ്ലീസ് കംപ്ലീറ്റ് ദ പോയിന്റ് അല്ലേ? അപ്പൊ നമ്മൾ അധികം ആൾക്കാർ ചെയ്യുന്നവരെയും രണ്ട് തരത്തിലുള്ള ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒന്ന്, there are people who try to look rich. പണക്കാരാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പല വിലപിടിപ്പുള്ള സംഗതികളും കാറുകളും അല്ലെങ്കിൽ പല സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നവരുണ്ട്. അവർ ആക്ച്വലി പണക്കാരല്ല, അവരിങ്ങനെ കാണിച്ചു നടക്കും. They want to show their money and that's okay, it's their choice. പക്ഷെ അതിൽ വളരെ ചെറിയൊരു ശതമാനം ആൾക്കാരെ സമ്പന്നരായിട്ടുള്ള ആൾക്കാരുണ്ടാവുള്ളൂ. എന്നാൽ വലിയ സമ്പന്നരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവുന്നുണ്ട്. അൽപ്പൻ എന്ന് പറയില്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് കാണിച്ച് നടക്കുന്നു സമ്പന്നരായിട്ടുള്ള ആൾക്കാർ. അല്ലെങ്കിൽ സമ്പന്നതയിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സമ്പന്നതയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല, EMI ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു നടക്കുന്ന ആൾക്കാർ. ദേ ട്രൈ ടു ലുക്ക് റിച്ച്. ദേ ആർ നോട്ട് റിച്ച്, ദേ ട്രൈ ടു ലുക്ക് റിച്ച്. അതേപോലെ രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ്, പല കോഴ്സുകളും പല കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്യും, എന്നിട്ട് അവിടെ നിന്നുള്ള കിട്ടുന്ന അറിവുകളൊക്കെ വാങ്ങിച്ചെടുത്തിട്ട് ദേ ട്രൈ ടു ലുക്ക് സ്മാർട്ട്. ദേ ആർ നോട്ട് ആക്ച്വലി സ്മാർട്ട്. അവർ ആക്ച്വലി സ്മാർട്ട് അല്ല, അവര് ഇന്റലക്ച്വൽ പ്ലഷർ മാത്രം ആസ്വദിക്കുന്നവരാണ്. അവർക്ക് റിയൽ റിസൾട്ട് ഉണ്ടാവില്ല, റിയൽ ചേഞ്ച് ഉണ്ടാവില്ല. ചേഞ്ചിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത്, പക്ഷെ അവർ ചേഞ്ച് ആവില്ല. കാരണം എന്താ? ട്രൈ ടു ലുക്ക് സ്മാർട്ട്. അവർ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ അവിടുന്ന് ഇവിടുന്ന് അറ്റൻഡ് ചെയ്യും. ദേ ഓൾവേസ് ഫീൽ ദാറ്റ് ദേ ആർ സ്മാർട്ട്. കാരണം അവര് പേയ്മെന്റ് കൊടുത്തിട്ട് അറ്റൻഡ് ചെയ്യാൻ വില്ലിങ് അല്ല, അല്ലെങ്കിൽ ഒരു സീരിയസ് കമ്മിറ്റ്മെന്റിന് അവർ വില്ലിങ് അല്ല, പണിയെടുക്കാൻ തയ്യാറല്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് റെഡി ടു വർക്ക് ഹാർഡ്. അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പൊ അത്തരത്തിലുള്ള രീതിയിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു മെസ്സേജ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതിൽ ഏതാണെന്ന് തീരുമാനിക്കാം. നമ്മുടെ അടുത്ത ബാച്ച് വരുന്നുണ്ട്. കഴിഞ്ഞ ഒരു ബാച്ചിൽ നമ്മളുടെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഇന്നത്തെ ഗസ്റ്റ്. ഷബ്ന മാം, ക്യാൻ വി സ്റ്റാർട്ട്? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കേ സർ. ഗുഡ് മോർണിംഗ്. ഓൾറൈറ്റ്, ഗുഡ് മോർണിംഗ് മാം. മാം, എവിടെയാണ് നമ്മുടെ സ്ഥലം? നിലവിൽ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കോഴ്സിനെ പരിചയപ്പെട്ടത്, അറിഞ്ഞത്? ഞാൻ ഷബ്ന മൻസൂർ. ഞാൻ ഗുരുവായൂരാണ് താമസിക്കുന്നത്. ഞാനിപ്പോ ബാച്ച് 6ലാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ഞാനിപ്പോ സൈക്കോളജിക്കൽ കൗൺസിലർ ആണ്. ലേണിംഗ് ഡിസബിലിറ്റി ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഞാൻ ഹോം മേക്കർ ആണ്. അതിന്റെ ഒക്കെ ബാക്കി ടൈം കഴിഞ്ഞിട്ടാണ് ഇത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ കോഴ്സിനെ പറ്റി അറിഞ്ഞത്, ഞാൻ EFT പഠിക്കാൻ 2-3 കൊല്ലമായിട്ട് ഇങ്ങനെ വിചാരിച്ച് ഓരോ ഗ്രൂപ്പിലൊക്കെ ചേരാറുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഈ ഗ്രൂപ്പിൽ എത്തിപ്പെട്ടു. പിന്നെ ഷാഫി സാറിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, 2017 തന്നെ അട്രാക്റ്റഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പോ സാറിന്റെ പേര് കണ്ടപ്പോ തന്നെ ഈ ഗ്രൂപ്പിൽ ചേർന്നു. അങ്ങനെ പിന്നെ നെജ്ല മാമാണ് അതിലേക്ക് കണക്ട് ചെയ്ത് തന്നത്. പിന്നെ സുനു മാമാണ് അതിന് വഴിയൊരുക്കി തന്ന ആള്. അങ്ങനെയൊക്കെ ഈ കോഴ്സ് ചെയ്യാൻ പറ്റി. ഓക്കെ. കോഴ്സിന് മുൻപുള്ള ഒരു ലൈഫ് എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ ചാലഞ്ചസ് ഉണ്ടായിരുന്നോ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു തൊട്ട് മുൻപുള്ള ഒരു ലൈഫും അതിനുശേഷമുള്ള ലൈഫും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ കോഴ്സിൽ ചേർന്ന സമയത്ത് സുനു മാമിനായിട്ട് സംസാരിക്കുന്ന ടൈമിൽ എനിക്ക് തോന്നിയത്, എനിക്ക് സെൽഫ് ഹീലിംഗിന്റെ ആവശ്യമില്ല എന്നിങ്ങനെ തോന്നിയൊരു ടൈമായിരുന്നു അത്. കാരണം അപ്പൊ വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സുനു മാം സെൽഫ് ഹീലിംഗ് ചെയ്യേണ്ട പറഞ്ഞപ്പോ എനിക്ക് ആവശ്യമുണ്ടോ എന്നിങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ടൈമിലാണെങ്കിൽ കുറെ വീഡിയോസും കുറെ ക്ലാസ്സസും എന്റെ ഫോണിൽ തന്നെ കുറെ ക്ലാസ്സസ് കിടക്കുന്നുണ്ട്, വാങ്ങിച്ചിട്ട് ഫുള്ളാക്കാതെ. പിന്നെ കുറെ ക്ലാസ് കേട്ടിട്ട് ഇങ്ങനെ മടുപ്പ് തോന്നിയൊരു ടൈമായിരുന്നു. ഇനി ഒരു തരം മൈൻഡ് ബ്ലോക്ക്, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ സുനിമ പറഞ്ഞപ്പോഴാണ് മറ്റുള്ളവർ ഹീൽ ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ സുനിമ പറഞ്ഞപ്പോ പിറ്റേ ദിവസം മുതലാണ് സെൽഫ് ഹീലിംഗ് ചെയ്തു തുടങ്ങിയത്. എനിക്ക് EFT കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനത് ഫുള്ളായിട്ട് ഇത്രയും ബ്രോഡായിട്ട് പഠിച്ചത് ഇവിടെ വന്നിട്ടാണ്. ഓക്കെ. പിന്നെ
അതിന്റെ മുമ്പെന്ന് വെച്ചാല് കുറെയൊക്കെ നമ്മൾ ഹീലായിട്ടുണ്ട്. മെഡിറ്റേഷനും പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ എങ്ങനെയൊക്കെ നാച്ചുറൽ ആയിട്ട് അതിന്റെ മുമ്പ് സൈക്കോളജി ഒക്കെ പഠിക്കുന്ന മുന്നേ ഭയങ്കര ഡൗൺ ആയിരുന്നു. ഓവർ തിങ്കിങ് ഉണ്ടായിരുന്നു. പിന്നെ കുറെ ആൻസൈറ്റി ഉണ്ടായിരുന്നു. കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 2018 ഞാൻ സൈക്കോളജി പഠിച്ചത്, PG ചെയ്തത്. അതിനുശേഷം നാച്ചുറലായിട്ട് ഇങ്ങനെ ഹീൽ ചെയ്ത് വന്നതായിരുന്നു. പിന്നെ ഇപ്പൊ ഇവിടെ എത്തിയപ്പോഴാണ് ഇത്രയധികം ട്രോമാസ് എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലായത്. ഹീൽ ചെയ്യാത്തത് ചില ട്രോമാസ് ഞാൻ വിചാരിക്കുന്നത് ചെറുപ്പത്തിലുള്ള ഇതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പ്രശ്നമാണെന്നുള്ളത്. ഞാൻ ചെറുപ്പത്തില് ബോർഡിങ്ങിലാണ് താമസിച്ചിരുന്നത്. 5th മുതൽ കംപ്ലീറ്റ് ഒരു 13 കൊല്ലത്തോളം BEd കഴിയുന്നവരെ ബോർഡിംഗ് ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നു. അപ്പൊ അതിന്റെ ട്രോമാസ് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയൊക്കെയോ നാച്ചുറൽ ആയിട്ടും പിന്നെ കോഴ്സുകളൊക്കെ ചെയ്തിട്ടൊക്കെ ഹീലായി പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ച ട്രോമാസ് അല്ല എൻ്റെ ഉള്ളിലുള്ളതെന്നും പുതിയ ട്രോമാസ് കുറെ ഉണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ കോഴ്സ് ചെയ്തപ്പോ പറ്റി. അതൊക്കെ കുറെ ഒരു കെട്ടുകണക്കിന് ട്രോമാസ് ഇനി ഹീൽ ചെയ്യാൻ കിടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. സോ EFT വന്നതിന് ശേഷമാണ്, അതിനു മുൻപ് പല കോഴ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും EFT വന്നതിന് ശേഷം, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നതിന് ശേഷം ഇനിയും ഒരുപാട് ഹീൽ ചെയ്യാനുണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു EFT ടൂള് പരിചയപ്പെട്ടപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തു? ഒരുപാട് കോഴ്സുകൾ ചെയ്ത ഒരാളാണല്ലോ, അപ്പൊ എത്ര കണ്ട് ഡിഫറൻസ് ഫീൽ ചെയ്തു? അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണ്? ഇപ്പൊ കുറെ ആൾക്കാരെ നമ്മുടെയൊക്കെ കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടാവും, ഓൾറെഡി നിന്നവരുണ്ടാവും. അവരോടൊക്കെ ലൈക്ക് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? വാട്ട് ഇസ് ദ ഡിഫറൻസ്? ആദ്യം എനിക്ക് വന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു കാംനെസ് കിട്ടുമല്ലോ, അത് ഭയങ്കര ഡിഫറൻസ് ആണ്. ഞാൻ വിചാരിച്ചിട്ടില്ല ഇതിന്റെ അപ്പുറത്ത്. മുമ്പ് ഈ സുനു മാമിന് സംസാരിക്കുന്ന ടൈമിൽ ഞാൻ വിചാരിച്ചിട്ടില്ല ഇതിന്റെ അപ്പുറത്തൊരു ലെവലിലെത്തും, ഇതൊക്കെയാണ് ഇത്രയൊക്കെ എത്തുള്ളൂ, ഇങ്ങനെയൊക്കെ പൊക്കോളും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ചെയ്തതിന് ശേഷമാണ് ഇത്രയും കാംനെസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. അത് നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണല്ലോ. നമ്മുടെ ഇന്നർ വേൾഡിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച് ആണ്. അപ്പോൾ ഭയങ്കര ഒരു ക്രിസ്റ്റൽ ക്ലിയർ. ഈ ചെയ്യുന്ന സമയത്ത് ഇടയിലൊക്കെ ഞാൻ നോമ്പിന്റെ ടൈമിലൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കുറെ. ആ ടൈമിലൊക്കെ കണക്ഷൻ വിട്ടു പോകുന്നുണ്ട്, കാരണം കുറെ ട്രോമാസ് ഉണ്ടല്ലോ. അങ്ങനെ ഭയങ്കര കാംനെസ് ഫീൽ ചെയ്തു മെഡിറ്റേഷൻ ചെയ്യുമ്പോഴൊക്കെ. പിന്നെ ഇന്നർ തോട്ട്സ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആയി. ഇപ്പോൾ തോട്ട് പ്രോസസ്സിലൊക്കെ മാറ്റങ്ങൾ വന്നു. പോസിറ്റീവില് കൺസിസ്റ്റന്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റി. മുമ്പും ചെയ്തിട്ടുണ്ട്, പക്ഷെ കൺസിസ്റ്റൻസി ഇത്രയും കിട്ടിയത് ഇവിടുന്നാണ്. പിന്നെ മെന്റേഴ്സ് ഉണ്ടല്ലോ, മെന്റേഴ്സിനെ പറഞ്ഞാല് എത്ര പറഞ്ഞാലും അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല. കാരണം അവര് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വിട്ടു പോകുമ്പോൾ വീണ്ടും പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പാറ്റേൺ, കേക്കിന്റെ പൈസ വിട്ടുക്കുന്നു നമ്മൾ. പിന്നെ ഇവിടുത്തെ ഒരു ഡിസൈൻ, കോഴ്സ് ഡിസൈൻ EFT മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത്, എല്ലാം ഉണ്ട്. ഞാൻ അറിയുന്ന എല്ലാ തെറാപ്പികളും ഇതിലുണ്ട്. മിക്കവാറും തെറാപ്പീസ് ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ എപ്പോഴും കൺസിസ്റ്റന്റ് ആയി നിർത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സിസ്റ്റം സഹായിക്കുന്നുണ്ട്. പിന്നെ ഇന്നർ വേൾഡിൽ ചേഞ്ച് വന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഔട്ടർ വേൾഡിലും ചേഞ്ച് വരുമല്ലോ. ഇപ്പോ പിന്നെ മൈൻഡ്ഫുൾ ആവാൻ പറ്റി. ഇറ്റ്സ് ഓക്കെ യൂസ് ചെയ്ത് തുടങ്ങി. മൈൻഡ്ഫുൾനെസ് മുമ്പ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇടയിൽ ഇട്ടിട്ട് ഓടിയിട്ടുള്ളതാണ്. പിന്നെ അത് മറന്നുപോയി ചെയ്യാനൊക്കെ. പക്ഷെ ഇപ്പോ സാറിന്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. പിന്നെ മാറ്റം ഉണ്ടായിട്ടുള്ള മക്കള് പറഞ്ഞു തുടങ്ങി. നല്ല മാറ്റമുണ്ട്. കാരണം കുറെ ട്രോമാസ് നമ്മൾ പുറത്തുനിന്നുള്ളതൊക്കെ എടുത്തിട്ട് അതൊക്കെ അപ്ലൈ ചെയ്യാൻ മക്കളുടെ മേലാണ്. അപ്പൊ ഒരിക്കൽ ഞാൻ ഹോസ്റ്റലിൽ പോയപ്പോ, മോളെ കാണാൻ വേണ്ടി ഹോസ്റ്റലിൽ പോയപ്പോ മോള് പറയണ്ടായി, എന്താ മമ്മാക്ക് ഇത്ര മാറ്റം വന്നതെന്ന് ചോദിച്ചു. കാരണം അവൾക്ക് എക്സാമിനൊന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോ, സാധാരണ ഞാൻ ഭയങ്കര എക്സാമിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്. അത് ഇപ്പഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പോ ഞാനത് ഇറ്റ്സ് ഓക്കെ പറയാറില്ല. ഇറ്റ്സ് ഓക്കെ പറഞ്ഞപ്പോ അവൾക്കത് ഭയങ്കര അത്ഭുതമായി തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് EFT കോഴ്സ് ചെയ്യുന്നതിന്റെ ഗുണാണെന്ന് അവളോട് പറയണ്ടായി. പിന്നെ ദൈവത്തിനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാട് മാറി എന്നുള്ളതാണ്. ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്റെ മനസ്സിലുള്ള ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ത്രാസം പിടിച്ചിട്ട് നമ്മൾ നന്മ ചെയ്താൽ ഗുണങ്ങൾ തരുന്ന, തിന്മ ചെയ്താല് തെറ്റ് ചെയ്താൽ നമ്മൾ ശിക്ഷിക്കുന്ന ദൈവം. കർമ്മയിൽ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷെ ഇടയ്ക്ക് കാരുണ്യവാനാണ് ദൈവം എന്നുള്ള ഫീൽ കിട്ടാറുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടം നീതിമാനായ ദൈവത്തിൽ വിശ്വസിക്കാനായിരുന്നു.
അതിപ്പോ നമ്മളെ മറ്റുള്ളവർ അറ്റാക്ക് ചെയ്യുമ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് കർമ്മ കിട്ടിക്കോളും, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ അങ്ങനെ തിരിച്ച് ചെയ്യാറില്ല അധികവും അവരോടൊക്കെ. പക്ഷെ മക്കളുടെ മേലെ നന്നായിട്ട് ട്രോമ എടുക്കാറുണ്ട്. അവർക്ക് ട്രോമ കൊടുക്കാറുണ്ട് മക്കൾക്ക്. അങ്ങനെയായിരുന്നു. അപ്പൊ ഞങ്ങള് സ്കൂളിലൊക്കെ ബോർഡിൽ എഴുതിയിടാറുണ്ട് ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് അത് അങ്ങോട്ട് ആ ലവ് എന്ന് പറഞ്ഞ ഫീല് കിട്ടാറുണ്ടായിരുന്നില്ല ദൈവം എന്ന് പറഞ്ഞ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ദൈവം സ്നേഹമാണെന്നുള്ളതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലായത്. ചുറ്റുള്ള ലവ് എനർജി എങ്ങനെ നമ്മളിലേക്ക് ആവാഹിക്കാന്ന് മനസ്സിലായത്. പിന്നെ സെൽഫ് ലവിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത് ഇവിടെ വന്നപ്പോഴാണ്. സെൽഫ് ലവ് ഒക്കെ ഞാൻ എനിക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം സെൽഫ് ലവ് കൂടിയാല് സെൽഫിഷ് ആവും എന്നുള്ളൊരു ചെറിയൊരു ബിലീഫ് ഉണ്ടായിരുന്നു എനിക്ക്. ഈ ചില കുട്ടികളൊക്കെ പറയാറുണ്ട് സെൽഫ് ലവ് കാരണമാണ് ഞാൻ ഡിവോഴ്സ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സെൽഫ് ലവ് ഇപ്പോഴത്തെ കാലത്ത് വളരെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികൾ സെൽഫിഷ് അവരും തെറ്റിദ്ധരിച്ചിട്ട് തന്നെയാണ്. സെൽഫ് ലവിന്റെ യഥാർത്ഥ രൂപം അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഇത് എങ്ങനെ ചെയ്യാം, എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. മിറർ പ്രാക്ടീസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് മുമ്പ്, പക്ഷെ അതൊന്നും കംപ്ലീറ്റ് ചെയ്യാറില്ല. ഇത്രയും തട്ടിയിട്ടല്ല, നമ്മള് ടാപ്പിംഗ് ചെയ്തിട്ടല്ല, അല്ലാതെയുള്ള മിറർ പ്രാക്ടീസ് ഉണ്ടല്ലോ, അതറിയാം ടെക്നിക്ക്, പക്ഷെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അധികം, കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിർത്താറാണ് പതിവ്. അങ്ങനെ സെൽഫ് ലവിന്റെ ഇമ്പോർട്ടൻസ് കിട്ടിയത് ഇവിടെ വന്നിട്ടാണ്. പിന്നെ മാറ്റം ഉണ്ടായിട്ടുള്ളത് പ്രകൃതിയിലുള്ള പ്രകൃതിയോട് തന്നെയുള്ള എമ്പതി കൂടിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് ഈ ക്ഷുദ്രജീവികളൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. മറ്റുള്ളവരെ കുഴപ്പമില്ല, ഈ അണ്ണാൻ അങ്ങനത്തെ ഒക്കെ നായ്ക്കളൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. ഇവരൊക്കെ എങ്ങനെ എന്റെ കോമ്പൗണ്ടിൽ നിന്ന് കയറുന്നത് തടയാം എന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത ഉണ്ടായിരുന്നത്. പക്ഷെ അവരും നമ്മള് പ്രകൃതിയുടെ ഭാഗമാണെന്നുള്ള ആ ഒരു ഫീലിംഗ് കിട്ടി. അവരെ തടയാനുള്ള മാർഗങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അവരോടുള്ള ആ ദേഷ്യം തീർന്നു. ക്ഷുദ്രജീവികളോടൊക്കെ ഉള്ള പ്രകൃതിയുടെ ഭാഗമാണ്, പ്രപഞ്ച സൃഷ്ടിയുടെ ഭാഗമാണ് അതൊക്കെ എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. പിന്നെ മൊത്തത്തിൽ ആകെ ഒരു പോസിറ്റിവിറ്റി തിങ്കിങ്ങിലൊക്കെ വന്നു. ഓൾറൈറ്റ്. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി. അതായത് ശരിക്ക് ഒരുപാട് ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്, അല്ലെ? അതെ അതെ അതെ. ഒരുപാട് ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ എനിക്കൊരു രസകരമായി തോന്നിയ 3-4 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിലുള്ള കോൺസെപ്റ്റിൽ ഷിഫ്റ്റ് സംഭവിച്ചു. ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്നത് അധികം ആൾക്കാരും പറയാറുള്ള ഒരു കാര്യമാണെന്ന് വെച്ചാൽ, അല്ലേ? ഞങ്ങളവിടെ ഒരു ചെറിയൊരു തമാശ പറയാറുണ്ട്. എന്താടാ നീ പള്ളിയിലൊന്നും വരാത്തെന്ന് ചോദിക്കും. അതായത് പടച്ചോനെ പേടിച്ചിട്ടാണ് ഞാൻ പള്ളിയിൽ കയറാത്തെന്ന് പറയും. അതായത് പടച്ചോൻ അത്രയ്ക്കും പേടിയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ അതുകൊണ്ടാണ് പള്ളിയിലൊന്നും പ്രവേശിക്കാത്തതെന്ന് പറയുന്നത്. അപ്പം ആക്ച്വലി നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മള് പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഗോഡ് ഫിയറിംഗ് എന്ന് പറയുന്ന ഒരു വേർഡ് നെഗറ്റീവ് വേർഡാണ്. ദൈവത്തോട് ഭയങ്കര പേടിയല്ല വേണ്ടത്, ദൈവ ഭയമല്ല വേണ്ടത്, ദൈവ സ്നേഹമാണ്. സ്നേഹം കൊണ്ട് ദൈവം പറയുന്നത് എന്താണോ, അല്ലെങ്കിൽ മതങ്ങൾ പറയുന്നത് എന്താണോ, സ്നേഹം കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, എനിക്കത് അത്രയും ഇഷ്ടമാണ്. ആ ഒരു മൊഹബത്താണ്. രണ്ട് ഓപ്പോസിറ്റ് സാധനമല്ലേ. ഒന്ന് ഭയം, പേടി, നെഗറ്റീവായ ഒരു സാധനം. 2 സ്നേഹം, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള സാധനം. ഭയത്തിന്റെ ഒരു എന്താ പറയുക ഫ്രീക്വൻസി എന്ന് പറയുന്നത് 150 ആണ്. നമ്മുടെ എനർജി ലോ ഫ്രീക്വൻസിയാണ്. എന്നാൽ സ്നേഹത്തിന്റെ അത് 600+ ആണ്, 600 മുകളിലാണ്. സോ അത്രയും എന്താ പറയുക, സ്നേഹത്തിലൂടെയാണ് നിങ്ങൾ എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയപരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ലൈഫിൽ വലിയൊരു ഷിഫ്റ്റ് കാണാം, എനർജി ഷിഫ്റ്റ് കാണാം. പിന്നെ നേരത്തെ പറഞ്ഞു, ഷബ്ന മാം തന്നെ നേരത്തെ പറഞ്ഞു, സെൽഫ് ലവ് എന്ന് പറയുന്നത് തെറ്റിദ്ധരിച്ചിരുന്നു. ആക്ച്വലി ലോകം മുഴുവൻ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് സെൽഫ് ലവ് എന്താണ് എന്നുള്ളത്, എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. പലരും സെൽഫ് ലവ് എന്ന് പറയുന്നത് മാം പറഞ്ഞ പോലെ അത് സെൽഫിഷ്നെസ് ആയിട്ടാണ് പലരും എന്താ വെച്ചാൽ ചിന്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സെൽഫിഷ്നെസ് ആയിട്ടുള്ളൊരു, അല്ലെങ്കിൽ സെൽഫിഷ്നെസ്സിനെ സെൽഫ് ലവ് ആയിട്ട് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. ഓക്കെ, അതാണ് സെൽഫ് ലവ് എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ സെൽഫ് ലവ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രോപ്പർ ആയിട്ടുള്ള സെൽഫ് ലവ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് സ്നേഹമുണ്ട്. ആ സ്നേഹമാണ് നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ കഴിയുന്നത്. മാം ഇതിനു മുൻപ് തെറ്റിദ്ധരിച്ചിരുന്ന ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ സെൽഫ് ലവ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സെൽഫിഷ് ആയി പോകും, അങ്ങനെ നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങിപ്പോകും. ആക്ച്വലി അങ്ങനെയല്ല. സെൽഫ് ലവ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെടുത്ത് ആ പ്യുവർ സെൽഫ് ലവ്, ആ സെൽഫ് ലവ് ആണ് അൺകണ്ടീഷണൽ ലവിനായിട്ട് പിന്നീട് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നത്. റിയൽ ലവ് അതാണ്.
അപ്പൊ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിലാണ് വേറെ ആൾക്ക് കൊടുക്കാൻ കഴിയും. സെൽഫ് ലവ് ഇല്ലെങ്കിൽ നമുക്ക് വെറുപ്പാണ് നമ്മളോട് ഉണ്ടാവുക, സെൽഫ് ഹെയ്റ്റ് ആണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് നമ്മളോട് വെറുപ്പുണ്ടാകുമ്പോൾ അതേ നമുക്ക് കൊടുക്കാൻ കഴിയും, ഉള്ളതേ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ സെൽഫ് ലവ് നമുക്ക് ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി പറഞ്ഞു. പിന്നെ പ്രകൃതിയോടും സംഗതികളോടൊക്കെ ഉള്ളൊരു ചേഞ്ച് വന്ന കാര്യം പറഞ്ഞത്, ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റൈറ്റ്. എനിക്കറിയില്ല, ഞാൻ നാച്ചുറലി ചെറുപ്പം മുതലേ എനിക്ക് ജീവികളെ എൻ്റെ ഒരു ഇത് പറയാട്ടോ, ഞാൻ ഒരു വലിയൊരു കാര്യമായിട്ട് പറയല്ല, ഈവൻ ജീവികളെ കൊല്ലുക, അല്ലെങ്കിൽ പട്ടിയെ കല്ലെടുത്തെറിയുക, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ആട്ടിപ്പായിപ്പിക്കുക, ഇങ്ങനെയുള്ള എന്ത് സംഗതിയാണെങ്കിലും എല്ലാത്തിനോടും ഒരു വെറുപ്പ് അല്ലെങ്കിൽ ആക്ച്വലി ഇതെല്ലാം ഈ പ്രകൃതിയുടെ ഭാഗമാണ്. നമ്മൾ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്ന ഒരു അമ്മയായിട്ടോ അച്ഛനായിട്ടോ ഒരു കുടുംബമായിട്ട് മക്കളായിട്ട്, അങ്ങനെ നമ്മളൊക്കെ എങ്ങനെയാണോ ഇമോഷണലി കടന്നു പോകുന്നത്, ഇത്തരത്തിൽ പല സംഗതികളിലൂടെയും കടന്നു പോകുന്ന ഒരു വേൾഡിൽ ജീവിക്കുന്ന ഒരു ലോകമാണ്. അപ്പൊ ആ ലോകത്ത് നമ്മൾ ഒരാളോടും ഒന്നിനോടും വെറുപ്പ് വെക്കേണ്ട ആവശ്യമില്ല, ഒരു വ്യക്തിയോടോ ഒരു ജീവിയോടോ ഒന്നിനോടും വെറുപ്പ് വെക്കേണ്ട ആവശ്യമില്ല. ആ വെറുപ്പ് നമ്മൾ വെക്കും തോറും ആ വ്യക്തികൾക്കോ ജീവികൾക്കോ അല്ല നഷ്ടം, നമുക്കാണ് നഷ്ടം എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ശബ്ന മാം ഒരു ഓവറോൾ വലിയ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷനിലേക്ക് നിങ്ങൾ കടന്നു. അത് നിങ്ങളെ ശരിക്കും സ്പിരിച്വലി നിങ്ങൾ എന്ത് ചെയ്യും, ഉയർത്തും എന്നുള്ളത്. അപ്പൊ നിങ്ങൾ നമ്മുടെ ടീമിൽ വന്ന സമയത്ത് ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, കാലിക്കറ്റ് നമ്മുടെ ഒരു സെഷനിൽ വന്നിട്ടുണ്ടായിരുന്നു മാം. അപ്പൊ അവിടെ വന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു സൈക്കോളജി ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പലപ്പോഴും പല സൈക്കോളജി പഠിച്ചിട്ടുള്ള ആൾക്കാരും പല കാര്യങ്ങളും മോഡേൺ സൈക്കോളജി പഠിച്ചിട്ടുള്ള പല ആൾക്കാരുടെയും ഒരു നോർമലി നമുക്കുണ്ടാവുന്ന ഒരു തിങ്കിങ്ങും പാറ്റേണും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് ഞാനൊരു കാര്യത്തിന്റെ ഇടയിൽ ആഡ് ചെയ്തിട്ട് പറഞ്ഞിട്ട് ഞാൻ പറയാം. പലപ്പോഴും മോഡേൺ സൈക്കോളജിയിലെ പല മെത്തേഡ്സുകളും പലതും കുറേയൊക്കെ നമുക്ക് വർക്ക് ചെയ്യുമെങ്കിലും ചില മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. നേരെ ക്ലയന്റ് വരുന്നു, നമ്മൾ കേട്ടിരിക്കുക, ക്ലയൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ദേ ആർ റിപ്പീറ്റിംഗ് ദർ സ്റ്റോറി ആൻഡ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് ദ സ്റ്റോറി. അത് കഴിഞ്ഞിട്ട് പോകാൻ പറയും, അത് കഴിഞ്ഞിട്ട് വീണ്ടും വരാൻ പറയും, വീണ്ടും ഇതേപോലെ അവരുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കുക. അവർക്കൊരു ആശ്വാസം കിട്ടുമെങ്കിലും അവരെ ഇന്റേണൽ റീവയറിംഗ് നടക്കില്ല, അവരെ ഇന്റേണൽ ബിലീഫ് സിസ്റ്റം നടക്കില്ല, ട്രാൻസ്ഫോർമേഷൻ നടക്കില്ല. ആ ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ, അത് മാത്രമല്ല ഇനിയിപ്പോൾ നടക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ടൈം എടുക്കും. ആ ഒരു പെർസെപ്ഷൻ ചേഞ്ച് നടത്തണം, ആ ഒരു എന്താ പറയുക, കൊഗ്നിറ്റീവ് ബയാസ് ചേഞ്ച് ആവണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചേഞ്ചസ് നടക്കണം. ഇറ്റ് വിൽ ടേക്ക് ടൈം. അവിടെ EFT പോലുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. എന്ത് തോന്നിയിട്ടുണ്ട്, എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഇതിന്റെ റിസൾട്ട്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള തെറാപ്പികളിലൊക്കെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് EFT തന്നെയാണ്. ആദ്യം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എനിക്ക് തോന്നിയത് ട്രോമാസ് കൂടിയ പോലെ തോന്നിയത് ആദ്യം ചെയ്തപ്പോ. ഇവിടെ വരുന്ന മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഞാൻ സുനി മാം പറഞ്ഞപ്പോ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഞാൻ ഭയങ്കര ഡൗൺ ആയി പോയി, മെഡിറ്റേഷൻ പോലും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ എന്താ വെച്ചാൽ ആ ടാപ്പ് ചെയ്തപ്പോ എനിക്കൊരാളോട് ഫോർഗീവ്നെസ് കൊടുക്കാൻ പറ്റാണ്ടായി. അപ്പൊ ഇങ്ങനെ പെട്ടെന്നൊരു ഇൻസൈറ്റ് കിട്ടി, ഇയാളൊരു NPD NPDനെ ഇനേബിൾ ചെയ്യുന്ന ആളാണ്. അതായത് അയാളുടെ വൈഫ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളാണ്. അന്ന് മനസ്സിലായത്. ആളെ അറിയാം എനിക്ക് മുമ്പ് 2017 മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് വൈഫിന് കുറെ ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ള മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം കൂട്ടി വായിച്ചാൽ NPD എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോ അങ്ങോരോട്, അയാൾ നല്ലൊരു മനുഷ്യനാണ്, ഇവരുടെ ഭർത്താവ്, അവരോട് ക്ഷമിക്കാൻ പറ്റി. പക്ഷെ ഇവര് NPD ആണ്, എന്റെ സഹയാത്രിക എന്ന് പറയാം, കൂടുതലായിട്ട് പറയാൻ പറ്റില്ല ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ. അപ്പോ ഞാൻ എങ്ങനെയാണ് അവരായിട്ട് എപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, അവര് മാറും, ശരിയാവും എന്നൊക്കെ ഉള്ളൊരു വിശ്വാസത്തിലാണ് ഇങ്ങനെ എപ്പോഴും പോയിരുന്നത്. അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവരോട് സംസാരിക്കുമ്പോൾ ലിമിറ്റഡ് ആയിട്ട് സംസാരിക്കണം, കൂടുതൽ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നൊക്കെ ഉള്ളതൊക്കെ അറിയാം. പക്ഷെ ഇങ്ങനെ ഒരു NPD ആണെന്ന് പറഞ്ഞപ്പോ ഇനി അവരൊരിക്കലും മാറില്ലേ എന്നൊക്കെ ചിന്ത വന്നപ്പോൾ ഞാൻ ആകെ ഡൗൺ ആയി പോയി. അങ്ങനെ പിന്നെ ഞാനത് നിർത്തി, ടാപ്പിംഗ് ഒക്കെ നിർത്തി. പക്ഷെ എനിക്ക് അന്ന് ആ സമയത്ത് എനർജി മെഡിസിൻസിനെ പറ്റിയിട്ട് അറിയില്ലായിരുന്നു. ഇവിടെ വന്നിട്ടാണ് എനർജി മെഡിസിൻസ് ഇത്രയും ഇമ്പോർട്ടൻറ്റ് എങ്ങനെ ചെയ്യുക എന്നൊക്കെ ഉള്ളത് മനസ്സിലായത്. അത് ഭയങ്കര ഇഫക്റ്റ് ആണ്. നമ്മള് ട്രോമ ഹീലിംഗ് ചെയ്യുമ്പോൾ എനർജി മെഡിസിൻസ് എന്തായാലും ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഇവിടെ മെന്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നത് നമ്മൾ ഇട്ടു പോവില്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ.
അങ്ങനെ ഞാൻ അന്ന് ചെയ്തത് പക്ഷേ EFT കണ്ടിന്യൂ ചെയ്യല്ല ചെയ്തത്. ഞാനത് എഴുതിയിട്ട് ഒരു കഥയായിട്ട് എഴുതിയിട്ട് ഉള്ളീന്ന് അതിനെ ചാനലൈസ് ചെയ്ത് കളയാ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് ഞാനൊരു പത്രത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവര് മെസ്സേജ് ഫോണിൽ വന്ന് കിടക്കുന്നുണ്ട്. അടുത്ത് ഇത് റിജക്ട് ചെയ്തിട്ടില്ല. ക്യൂലാണ് നിങ്ങളുടെ ആർട്ടിക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാനതിനെ ഒതുക്കിയത്. അപ്പൊ EFT കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള പ്രോഗ്രാംസിലൊക്കെ ചേർന്നാലേ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ അതുവരെ വിചാരിച്ചിട്ടുണ്ട് മെഡിറ്റേഷനാണ് എല്ലാത്തിൻ്റെ ബേസ്. അതാണ് ഏറ്റവും വലുത് എന്നുള്ള അതിന്റെ ബാക്കിയായിട്ടാണ് ബാക്കി സംഭവങ്ങളൊക്കെ എന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ വർക്കാവും എന്നുള്ള എനിക്ക് ആദ്യം ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. ഭയങ്കര ചിന്തയായിരുന്നു. ഞാൻ സയൻസ് സ്റ്റുഡന്റ് ആയിരുന്നു ആദ്യം. അപ്പൊ ഇതിന്റെ ബേസിക്സ് ഇതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ വെറുതെ തട്ടിയാലൊക്കെ മർമ്മം എന്നൊക്കെ പറഞ്ഞാലുണ്ടോ ഇതിലൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്ന് ചെയ്ത് അനുഭവിച്ചപ്പോഴാണ് അത് മനസ്സിലായത് ഇത് സത്യമാണെന്നുള്ള കാര്യം. സത്യത്തില് സാർ പറഞ്ഞ പോലെ മോഡേൺ സൈക്കോളജി പറയുന്നത് ഇതൊക്കെ സ്യൂഡോ സൈക്കോളജി ആണെന്നാണ് പറയാറ്. പക്ഷെ ഇത് ശരിക്കും നമുക്ക് വർക്കായാലേ നമുക്കറിയുള്ളൂ ഇത് ഒറിജിനൽ നല്ല ഇഫക്റ്റീവ് ആണെന്നുള്ള കാര്യം. ഇത് അവര് CBTനൊക്കെ നല്ലതാന്ന് പറയുന്നുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട് APA. പക്ഷെ ഇത് കുറച്ചുകൂടി സ്പിരിച്വൽ ലെവലും കൂടി ആയതുകൊണ്ടായിരിക്കണം എന്താണെന്നറിയില്ല. ഇതിനെ ഇപ്പൊ നിലവിൽ അംഗീകരിച്ചിട്ടില്ല എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഇതിന്റെ ഇഫക്റ്റ് അറിയുള്ളൂ. അത് മറ്റുള്ളവർ പറഞ്ഞ് നമുക്ക് ബോധിപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഉള്ളിലാണ് ചേഞ്ചസ് മെയിനായിട്ട് വരുന്നത്. നമ്മൾ ആ ചെയ്ത് കഴിഞ്ഞാലേ ഇതിന്റെ ഇഫക്റ്റ് അറിയുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ മെഡിറ്റേഷനിലൊക്കെ ആകുമ്പോൾ നമ്മൾ മൈൻഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലോ. അതില്ലേ നമ്മളിങ്ങനെ ഈ പോയിന്റ്സിലൊക്കെ തട്ടുമ്പോൾ എപ്പോഴും നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കും. പിന്നെ അഫർമേഷൻസിന്റെ ഗുണം കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രല്ല നമുക്ക് ഇന്റേണൽ ന്യൂറൽ പാത്വേസ് ഒക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പോസിറ്റീവായി ന്യൂറൽ പാത്വേസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നമ്മളെ തിങ്കിങ്ങിൽ റീഫ്രെയിമിങ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതുകൊണ്ട്. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഇതുകൊണ്ട്. വെറും ടാപ്പിങ്ങും അഫർമേഷൻസും മാത്രമല്ല ഇവിടെ നടക്കുന്നത്. ഇന്റേണലി ബ്രെയിനിൽ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് പഠിച്ചപ്പോൾ. തീർച്ചയായിട്ടും. അതായത് ഇവിടെ മാം ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളും ഈ ഒരു ഫീൽഡുമായിട്ട് അത്ര കണക്ഷൻ ഇല്ലാത്ത സാധാരണക്കാർക്ക് ചിലപ്പം എങ്ങനെയാണ് മനസ്സിലാവാൻ ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ന്യൂറൽ പാത്വേ എന്ന് പറയും. ന്യൂറൽ പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ EFT ടാപ്പിംഗ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം ന്യൂറൽ പാത്വേയിൽ ചേഞ്ച് സംഭവിക്കും. ന്യൂറൽ പാത്വേ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒന്ന്, നമ്മുടെ തോട്ട്സ് എല്ലാം ഒരുപാട് തോട്ട്സുകൾ വരുന്നുണ്ട്. ഈ തോട്ട്സിനെ നമ്മൾ ഒരു പ്രത്യേക ഒരു നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ആഗ്രഹത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ എന്ത് ചെയ്യും, ഒരു പാറ്റേൺ ഡെവലപ്പ് ആവും. പിന്നീട് അധിക ചിന്തകളും ബ്രെയിൻ അതൊരു പ്രയോറിറ്റി ആയിട്ട് എടുക്കും. ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇയാൾക്ക് വേണ്ടത്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കുറെ ദിവസങ്ങൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ചിന്തിച്ചു കഴിഞ്ഞാൽ, അതിലേക്ക് ശ്രദ്ധ കൊടുത്താൽ, അതിലേക്ക് സമയം ചെലവഴിച്ചാൽ ബ്രെയിൻ എന്താകും, നേരെ അതിലേക്ക് ഫോക്കസ് കൊടുത്തിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യും. ചാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വഴി രൂപപ്പെടുത്തും. പിന്നീട് ആ തോട്ട്സുകൾ ഏത് തോട്ട്സ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ തോട്ട്സുകളെയും റിജക്ട് ചെയ്തിട്ട് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് സഹായിക്കുന്ന ചിന്തകളെ മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് മാക്സിമം പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ഈ പ്രോസസ്സിനാണ് പറയുന്നവരാണ് ന്യൂറൽ പാത്വേ എന്ന് പറയുന്നത്. നമുക്ക് ന്യൂറൽ പാത്വേ രൂപപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിൽ. അപ്പോൾ നമുക്ക് അങ്ങനെ ന്യൂറൽ പാത്വേ പല കാര്യങ്ങൾക്ക് രൂപപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ന്യൂറൽ പാത്വേ രൂപപ്പെട്ട് നമുക്ക് ഈ EFT ടാപ്പിംഗ് ചെയ്യുമ്പോൾ അനാവശ്യമായ ചിന്തകളൊക്കെ പോയി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആയിട്ട് കുറഞ്ഞ ചിന്തകൾ, എന്നാൽ അതെല്ലാം ലക്ഷ്യത്തിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ. കുറഞ്ഞ ചിന്തകൾ എന്ന് പറഞ്ഞാൽ ചിന്തകളുടെ അളവ് എന്നും ഒരുപോലെ തന്നെയാണ്. പക്ഷേ പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് വേണ്ടതിനെ കുറിച്ച് മാത്രം, വേണ്ടത് കുറച്ച് എന്ന രീതിയിലേക്കുള്ള വേണ്ടതിലേക്കുള്ള ചിന്തകൾ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ഒരു ചേഞ്ച് നമ്മുടെ ബ്രെയിനിൽ നടക്കും. അത് ന്യൂറോ പാത്വേ ക്രിയേഷൻ ആണ്. അപ്പൊ ആ ക്രിയേഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ്ലി ഇതിലേക്ക് തന്നെ, ലക്ഷ്യത്തിലേക്ക് തന്നെ വരും. നോ ഡൗട്ട് അങ്ങനെ സംഭവിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു സംശയമില്ല, ആ ലക്ഷ്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കും. സോ അതവിടെ നടക്കുന്നുണ്ട്. വേറെ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്താണ്, ന്യൂറൽ പാത്വേ ക്രിയേഷൻ പറഞ്ഞു. വേറെ മാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എന്താ പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ടോ? ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതില് നമ്മുടെ ലിറ്ററലി നമ്മൾക്ക് പല തെറാപ്പികളും ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ
ഇവിടെ നമ്മുടെ റീപ്രോഗ്രാമിംഗ് നടക്കുന്നു, മൈൻഡിന്റെ റീപ്രോഗ്രാമിംഗ് നടക്കുന്നു. മനസ്സിൽ ഒരുപാട് ബിലീഫ് സിസ്റ്റംസ് ഉണ്ടാകും, ആ സിസ്റ്റംസ് എല്ലാം ചേഞ്ച് ആകും. അതും നമ്മൾ ഈ ടാപ്പിങ്ങിലൂടെയാണ്. ഇത് മർമ്മത്തിലാണ് ടാപ്പ് ചെയ്യുന്നത് പറഞ്ഞു. മർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ പോയിന്റുകളുണ്ട് നമ്മൾ ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ആ ടാപ്പിങ്ങിൽ ഉപയോഗിക്കുന്ന സമയത്താണ് ആ ചേഞ്ചസ് സംഭവിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ പഠിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും ഉണ്ട്. എനർജി മെഡിസിനെ കുറിച്ച് പറഞ്ഞു. ഈ എനർജി മെഡിസിൻ ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്താണ് എനർജി മെഡിസിൻ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം തോന്നിയത് സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പൊ സയൻസ് സ്റ്റുഡൻ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് സംഭവിക്കും, നല്ല ലോജിക്കൽ തിങ്കിങ് ആയിരിക്കും. മാജിക്കൽ തിങ്കിങ് അല്ല ഉണ്ടാവും, ലോജിക്കൽ തിങ്കിങ് ആയിരിക്കും. ലോജിക്കൽ തിങ്കിങ് ആകുമ്പോൾ എല്ലാത്തിന്റെയും സയൻസ് അറിയണം, ഫാക്ട്സ് അറിയണം, ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, കാര്യങ്ങളെല്ലാം അറിയാൻ താല്പര്യമുണ്ട്. ഡെഫിനറ്റ്ലി ഇതെല്ലാം പറയുന്ന ഒരുപാട് ബുക്സുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. അപ്പൊ ആരെങ്കിലും ഒക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, വർക്ക് ചെയ്യോ എന്നൊക്കെ വിചാരിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് ആ ട്രാൻസ്ഫോർമേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ചേഞ്ചസ് ഉണ്ടാകും. മാം ഒരു കാര്യം ചോദിക്കട്ടെ, എന്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഏറ്റവും പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാര്യം, ഒരുപാട് എനർജി മെഡിസിൻ ഒക്കെ പഠിച്ചു എന്ന് പറയും, ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ടൂൾ ഏതാണ്? ഏറ്റവും കൂടുതൽ എല്ലാം പ്രാക്ടീസ് ചെയ്യാറുണ്ട്, ഒരുമിച്ച് ചെയ്യാറ്. ഈ എല്ലാ എനർജി മെഡിസിൻസും യൂസ് ചെയ്യാറുണ്ട് ഇപ്പൊ പഠിച്ചതിന് ശേഷം. പക്ഷെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് ഫോർഗീവ്നെസ് ചെയ്യാനായിരുന്നു. അത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കർമ്മയിൽ ഭയങ്കര വിശ്വാസിയാണ്. അവര് ചെയ്തത് അവർക്ക് കിട്ടിക്കോളും അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഒരു ചിന്തയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെ പ്രതികരിക്കാറില്ല അധികം അവരോടൊന്നും. അല്ലെങ്കിൽ കിട്ടണം കിട്ടണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അതെനിക്ക് ഭയങ്കര വിഷമമാണ്. അയ്യോ കിട്ടാതിരിക്കേ, അവർക്ക് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു സമാധാനം. ഞാൻ എത്രത്തോളം നന്മ ചെയ്യുന്നു, അവരോട് ക്ഷമിക്കുന്നു, അത്രത്തോളം എനിക്ക് ഗുണവും കിട്ടും എന്നുള്ളൊരു വിശ്വാസം. പക്ഷെ ഞാൻ ചിന്തിച്ചതേ, ഇവിടെ സാറിന്റെ ക്ലാസ്സിൽ തന്നെ എനിക്ക് കിട്ടിയത് ഫോർഗീവ്നെസ് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടി, ചിന്തിച്ചത് ഒരു ട്രിക്ക് കിട്ടിയത്. ചില ദിവസങ്ങളിലൊക്കെ ചില ആൾക്കാരോടൊക്കെ ഫോർഗീവ്നെസ്, അതും മണിയായിട്ട് കുറെ ആൾക്കാർ കടം വാങ്ങിയിട്ട് തിരിച്ചു തരാനൊക്കെ ഉണ്ട്. അപ്പൊ അവരോടൊക്കെ ക്ഷമിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. അപ്പൊ ഞാൻ വിചാരിക്കുന്ന വെച്ചാല്, എനിക്ക് എന്റെ ന്യൂറൽ പാത്വേസ് ക്ലിയർ ചെയ്യണമെങ്കിൽ ഇവരോട് ക്ഷമിച്ചല്ലേ പറ്റൂ. ബ്ലോക്ക് മാറണ്ടേ. നമ്മള് വണ്ടി ഓടിക്കുകയാണെങ്കിൽ നാഷണൽ ഹൈവേയിൽ കൂടെ ഓടിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ നല്ല സ്പീഡിൽ ഓടിക്കുക, അറിയാണ്ട് ഇങ്ങനെ 100-ലൊക്കെ ഓടിച്ചു പോകും. നേരെ മറിച്ച് കുണ്ടും കുഴിയുള്ള റോഡിൽ കൂടെ ആണെങ്കിൽ ഇതിലെത്താൻ മെല്ലെ എത്തുള്ളൂ, കുറെ ബ്ലോക്കുകളൊക്കെ ഉണ്ടായിരിക്കും. അതാണ് ഞാൻ ചിന്തിക്കുക, റോഡാണ് ചിന്തിക്കുക. അപ്പൊ എന്റെ ന്യൂറൽ പാത്വേസ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് എന്റെ ആവശ്യമാണ്, എന്റെ ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളതും എന്റെ ആവശ്യമാണ്. അപ്പൊ അവരോട് ക്ഷമിച്ചു കൊടുക്കുന്നതിന് എന്താ തെറ്റ്? അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാൻ ചിലപ്പോഴൊക്കെ ഈ ഫോർഗീവ്നെസ് ചെയ്യാൻ നല്ല മടിയായിരുന്നു. പക്ഷെ അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചിട്ട് ചെയ്യാറ്. സാറിന്റെ ക്ലാസ്സിൽ തന്നെയാണ് കിട്ടിയത് കേട്ടോ ഈ ട്രിക്ക്. എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നത് ഇങ്ങനെയാണ്. പിന്നെ എല്ലാം ഇഫക്റ്റീവ് ആണ്. പിന്നെ ഈ സെൽഫ് ഫോർഗീവ്നെസ് ഒരു NPD സർവൈവറെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു NPD വിക്റ്റിമായ കാലത്ത് നമ്മൾ എന്തായാലും ചിന്തിക്കും, നമ്മുടെ കയ്യിലാണ് കുറ്റം, അവരാണ് ശരി, നമ്മൾ പഠിച്ച മൂല്യങ്ങളൊക്കെ തെറ്റായിരുന്നു, അങ്ങനെയൊക്കെ. പിന്നെ സെൽഫ് ബ്ലെയിം ചെയ്യും കുറെ. പിന്നെ അവർക്കൊരു ലവ് ബോംബ് എന്ന് പറഞ്ഞ ടൈമുണ്ട്. ചില സമയത്ത് നമ്മൾ വന്നിട്ട് നന്നായിട്ട് സോപ്പിടും. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ ഇവരായിരുന്നോ ശരി, ഞാൻ എന്തിനാണ് ഇവരെ ചിന്തിച്ചതെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ടൈമുണ്ട്. പിന്നെ അവരുടെ മാനിപ്പുലേഷനിൽ നമ്മൾ വിധേയമാകുന്നത്, അതിൽ പിന്നെ കുറ്റബോധം തോന്നും. ഞാനൊക്കെ വളരെ റെയർ ആയിട്ടാണ് മാനിപ്പുലേഷനിൽ പെട്ടിട്ടുള്ളത്. പക്ഷെ അതിലൊക്കെ നമുക്ക് വളരെ കുറ്റബോധം തോന്നാറുണ്ട്, നമ്മളങ്ങനെ ചിന്തിച്ചല്ലോ തോന്നാറുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫ് ഫോർഗീവ്നെസ്. ഈ സെൽഫ് ഫോർഗീവ്നെസ് ചെയ്യണം എന്നറിയാം, പക്ഷെ എങ്ങനെ ഇഫക്റ്റീവായി അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പഠിച്ചത് ഇവിടെ വന്നിട്ടാണ്. പിന്നെ സെൽഫ് ലവ് ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര മാറ്റം വന്നു സെൽഫ് ലവ് എന്നുള്ള ആ ഫീലിങ്ങില്. ഇതൊക്കെ എല്ലാം ടൂൾസും വളരെ പിന്നെ അഫർമേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യാറുള്ളതാണ് പണ്ട്, അതൊക്കെ നിർത്തി പോകും. ഇപ്പൊ ഡെയിലി അതൊക്കെ ചെയ്തത് കൊണ്ട് മാറ്റം വന്നിട്ടുണ്ട്. ഈവൻ മെഡിറ്റേഷൻ പോലും ഡെയിലി ചെയ്യാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്രയും ചെയ്തത് ഇവിടെ വന്നതിന്റെ ശേഷമാണ്. എല്ലാ ടൂൾസും യൂസ് ചെയ്യുന്നുണ്ട്. സോ എല്ലാ ടൂളുകളും ഉപയോഗിക്കുന്നുണ്ട്. ഇതില് ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം പറഞ്ഞത് ആ റോഡിന്റെ എക്സാമ്പിൾ പറഞ്ഞതാണ് അല്ലേ. നമുക്ക് ലക്ഷ്യത്തിലേക്ക് പോകാൻ, ഒരു സ്ഥലത്തേക്ക് പോകാൻ സൂപ്പർ ഹൈവേ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാം, നല്ലൊരു സൂപ്പർ ഹൈവേ ഉണ്ട്. അതിന് പകരം ഒരുപാട്
കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ ഒരു ലേണിംഗ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ലേണിംഗ് ആയിട്ട് നോട്ട് ചെയ്യണമെന്ന് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളിൽ അധികം ആൾക്കാരും ഫൊർഗീവ് ചെയ്യാൻ പ്രയാസപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ഫൊർഗീവ് ചെയ്യാൻ മടിയുള്ളവർ? ഇന്നത്തെ ലൈഫ് നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വേഗത്തിൽ പോകണം. നിങ്ങളുടെ ആ ഒരു എയറോ ഡൈനാമിക് എന്താ പറയാ, ആ ഒരു 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 വേഗത കൂട്ടാൻ വേണ്ടി, സ്മൂത്ത് ആയിട്ട് പോകാൻ ഫൊർഗീവ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഫൊർഗീവ്നെസ് ചെയ്തു കഴിഞ്ഞാൽ നോ ഡൗട്ട് നിങ്ങൾക്ക് നിയമിട്ട് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫൊർഗീവ്നെസ് തീർച്ചയായിട്ടും ചെയ്യണം, പക്ഷെ അതിന് മുകളിൽ ഒരു ടെക്നിക്ക് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫൊർഗീവ്നെസ് പിന്നെ അവിടെ ഒരു വിഷയമേ അല്ല. അതിന് മുകളിലുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. തീർച്ചയായിട്ടും അഡ്വാൻസ് പ്രോഗ്രാമിൽ നമ്മൾ അത് എന്ത് ചെയ്യാം, നമുക്കത് ചെയ്യാം. കഴിയുന്നില്ല എന്ന് പറഞ്ഞവരുണ്ട് അല്ലെ, ഫൊർഗീവ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഫൊർഗീവ് ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം എന്താണ്? അത്രയും പെയിൻ ഉള്ളത് കൊണ്ടാണ്. നിങ്ങളുടെയൊക്കെ ഉള്ളിൽ, അല്ലെങ്കിൽ നിങ്ങളുടേത് ഞാൻ പറയുന്നില്ല, നമ്മുടെയൊക്കെ ഉള്ളില് പലരുടെയും എന്താ പറയാ, ഉള്ളിലുള്ള ഒരു വലിയൊരു പ്രോബ്ലമാണ് വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. അത്രയ്ക്കും പെയിൻ ഉണ്ടാവും, അത്രയും വേദനിപ്പിച്ചിട്ടുണ്ടാവും, അത്രയും ചതിയൊക്കെ നടന്ന്, വഞ്ചനയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ആയിരിക്കും. അത്രയും വിശ്വസിച്ച ഒരാള് നമ്മളെ ഉപയോഗിച്ച് കടന്നു കളയുന്നു, നമ്മളെ യൂസ് ചെയ്ത് കടന്നു കളയുന്നു. ദോസ് കൈൻഡ് ഓഫ് ഫീലിങ്സ് ആർ റിയലി പെയിൻഫുൾ. ഇറ്റ്സ് നോട്ട് ഈസി ടു ലെറ്റ് ഗോ. അത് വിട്ട് കളയാനോ വിട്ടു കൊടുക്കാനോ പുറത്തു കൊടുക്കാനോ മാപ്പ് കൊടുക്കാനോ നമുക്ക് കഴിയില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട റിയാലിറ്റി, നമ്മുടെ ലൈഫിന് ഈസി ആവണമെങ്കിൽ ആ വേദനകളും ആ വിഷമങ്ങളും അതിനൊക്കെ മുകളിൽ നമുക്ക് പോകാൻ പറ്റും. നമ്മളിപ്പോ നിൽക്കുന്ന ഒരു ചെറിയൊരാളാവും, നമ്മൾ വലിയൊരാളായിട്ട് നമുക്ക് മാറാൻ പറ്റും. അതുകൊണ്ടുള്ള ഗുണം നമുക്കാണ്, ബെനിഫിറ്റ് നമുക്കാണ്. ആ ബെനിഫിറ്റ് എന്താന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിലേക്ക് നിങ്ങളെ സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, സമർപ്പണമാണ്. ഒരുപാട് ചിന്തിക്കരുത്. പലരുടെയും പ്രോബ്ലം അതാണ്, ഒരുപാട് ചിന്തിക്കും. കാരണം ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് അതിൽ നല്ല അഗ്രഗണ്യന്മാരായിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ മാറി വരിക. നെക്സ്റ്റ് പറയാനുള്ളത്, മാം, നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായല്ലോ, ആരോടാണ് നിങ്ങൾക്ക് നന്ദി പറയാനുള്ളത്? ഫസ്റ്റ് ഈ ടീമിനോട് ഫുള്ള് നന്ദി പറയാണ്. സാറിനോട് പ്രത്യേകിച്ചും, ഇതിനെ രൂപകൽപ്പന ചെയ്ത ആള് സാറാണല്ലോ, സാറിനോട് പ്രത്യേകിച്ചും നന്ദി പറയാണ്. പിന്നെ എന്റെ മെന്റർ ഫെബിന മാം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഫോർഗീവ്നെസിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് ഫെബിന മാമിനെ തോന്നിയത്. കാരണം ആദ്യം പേഴ്സണൽ സിറ്റിംഗിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയില്ലാത്തൊരു പ്രോബ്ലമാണ് ഇങ്ങനെ ടാപ്പ് ചെയ്തപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ വിട്ട് കളഞ്ഞെന്ന് വിചാരിച്ച പ്രോബ്ലമാണ് വന്നത്. എടുത്ത പ്രോബ്ലം അങ്ങനെ ഞാൻ മാറ്റുക ചെയ്തത്. അങ്ങനെ ഫോർഗീവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ആകെ ടെൻഷനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു മണിയൊക്കെ വരുന്ന ഒരു പ്രോബ്ലം ആണ് അത്. പിന്നെ ഞാൻ അപ്പൊ എനിക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തോന്നില്ല. ചെറുതായിട്ടൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തു ആള്. ഉറക്കത്തിനുള്ള ടിപ്സ് പറഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്തു. ഫുള്ളായിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി, ഒരു വിശാല മനസ്കത അത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതും കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം രാവിലെ ഇരുന്ന് അന്ന് ഹീലിംഗ് ഉണ്ടായിരുന്നു, നോമ്പിനായിരുന്നു. അപ്പൊ ഞാന് ഇതിന്റെ ബാക്കി കുറെ ആസ്പെക്ട്സ് ഉള്ള ഒരു പ്രോബ്ലം ആയിരുന്നു അത്. അപ്പോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് ജസ്റ്റ് കണ്ണടച്ചിട്ടുള്ളൂ. അപ്പൊ അവര് വന്നിട്ട് ബെല്ലടിച്ചിട്ട് ഭയങ്കര കരച്ചിലായി, എന്നെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് ഫെബിന മാം പറയുന്നുണ്ട്, നിങ്ങൾക്ക് അവരോട് നേരിട്ട് പറയാൻ ഇത് പറയാനുള്ള അവസരം അങ്ങനെ ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ പറഞ്ഞ പോലൊക്കെ നടന്നതായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ കരഞ്ഞ് പറഞ്ഞപ്പോ ഞാൻ പിന്നെ അവരെ ഹെൽപ്പ് ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാനിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അതിൽ ഞാൻ ഈ വിഷയമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ സെൽഫ് എസ്റ്റീം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്നും ആരോടും പറഞ്ഞിട്ടുമില്ല. പക്ഷെ നിങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തത് എനിക്ക് വിഷമമായി, ബാക്കിൽ കൂടെ ചെയ്തതൊക്കെ എന്നൊക്കെ അവരോട് പറയാൻ പറ്റി. അവർക്ക് ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, അവർക്ക് ശരിയാവുള്ള ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തു ആത്മാർത്ഥമായിട്ട് തന്നെ. അങ്ങനെ അവരോട് രണ്ടുപേരും തമ്മിൽ അവർക്ക് ക്ഷമ ചോദിക്കാനും എനിക്ക് പൊരുത്തപ്പെടാനുള്ള അവസരം ആ നോമ്പിന്റെ 2ാമത്തെ 10 തന്നെ സാധിച്ചു.
അപ്പോ അത് ഫെബിന മാമിനായിട്ട് ഫോർഗീവ്നെസ്സിന്റെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഫക്റ്റ് ആണെന്നുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫെബിന മാം, താങ്ക് യു സോ മച്ച്. പിന്നെ വളരെയധികം നന്ദി പറയേണ്ട ഒരാള് സുനു മാമാണ്. അതിനു മുമ്പ് നെജ്ല മാമാണ് ഇതിലേക്ക് വഴി കാണിച്ചു തന്ന ആള് ഈ ടീമിലേക്ക് വരാനുള്ളത്. പിന്നെ സുനു മാമാണ് ടീമിലേക്ക് എടുത്തതും. പിന്നെ കുറെ സുനു മാമിന്റെ കയ്യിൽ നിന്ന് കുറെ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ മൊത്തം ടീമും വളരെ ഇഫക്റ്റീവാണ്. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സുനു മാമിന്റെ ഒരു ക്ലാസ്സിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പുലികളൊക്കെ ബാക്കിലാന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഒരുപാട് പുലികൾ ഉള്ള ഒരു ടീമാണത്. എല്ലാരും ഈ ടീമിലേക്ക് തന്നെ വരണം. വളരെ നല്ല ഇവരുടെ കോഴ്സ് പ്ലാൻ ഒക്കെ നല്ല രസമുള്ളൊരു പ്ലാനാണ്. എല്ലാവരും വരണം ഇതില്. അപ്പോൾ സുനു മാമിനോടും വളരെ വളരെ നന്ദി പറയാണ് ഈ അവസരത്തില്. പിന്നെ മൊത്തം ടീമിനോടും എല്ലാ മെന്റേഴ്സിനോടും എല്ലാവരും നല്ല കഴിവുള്ള ആൾക്കാരാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഒരു 2 ദിവസമൊക്കെ നമുക്ക് ചെയ്യാൻ മടി വന്നിട്ടുണ്ടെങ്കിൽ 3-ാമത്തെ ദിവസം മെന്റർ വന്നിട്ട് ഗ്രൂപ്പ് ഹീലിംഗ് ഉണ്ടാവുമല്ലോ. ആ ഗ്രൂപ്പ് ഹീലിംഗിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഡിഫറെന്റ് മെന്റേഴ്സാണ് വരെ. എന്നും ഒരാൾ വന്നിട്ട് നമുക്ക് മടുപ്പുണ്ടാക്കുന്നില്ല. അത് ഡിഫറെന്റ് വേയിലാണ് അവർ ഹീൽ ചെയ്യുന്നതും. അപ്പോ ഇപ്പൊ നമ്മളിപ്പോ ഒരാൾ തന്നെ ഹീലിംഗിൽ ഇങ്ങനെ എന്നും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും. സെയിം സെന്റൻസ് ആവുമ്പോൾ ഇപ്പൊ നമ്മുടെ അവിടെ നമ്മള് ന്യൂറോൺസ് പുതിയതായിട്ട് ഉണ്ടാവണമെങ്കിൽ, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി സംഭവിക്കണമെങ്കിൽ, ഞാൻ അതിന്റെ സയൻസും കൂടി പറയാണ് കേട്ടോ. ബോറടിക്കുന്നുണ്ടാവും, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി സംഭവിക്കണമെങ്കിൽ നമ്മളിങ്ങനെ ഡിഫറെന്റ് വേയിൽ പുതിയ വഴിയിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കണം എന്ന് പറയും. എന്നും ചെയ്യുന്ന കാര്യമാകുമ്പോൾ നമുക്ക് പുതിയ ന്യൂറോൺസ് ഉണ്ടാവില്ല എന്ന് പറയും, ഹാബിറ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ഡിഫറെന്റ് വേയിലാണ്. അപ്പൊ നമുക്ക് ട്രോമാസ് പെട്ടെന്ന് ഹീലിംഗ് സംഭവിക്കാൻ നല്ല ഇഫക്റ്റീവാണ് ഇവിടുത്തെ സിസ്റ്റം. അപ്പോൾ അപ്പൊ എല്ലാവരോടും നന്ദി പറയാണ്. ഈ കോഴ്സിനോടും സാറിനോടും മെന്റേഴ്സിനോടും എല്ലാവരോടും നന്ദി പറയണം. പ്രത്യേകിച്ച് എൻ്റെ ഫെബിന മാമിനോട് വളരെ വളരെ നന്ദി പറയാണ്. ഓൾറൈറ്റ്, താങ്ക് യു മാം. അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, എനിക്ക് ഈ ഒരു നെക്സ്റ്റ് ടാർഗറ്റ് എന്താണ്? വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് ബിഗ് തിങ്? ഇനി എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ്? എന്താണ്? കാരണം ഇതുവരെ കുറെ കാര്യങ്ങൾ ഹീൽ ചെയ്തിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്ലാറ്റ്ഫോമിലെത്തി പേഴ്സണൽ പീസ് പ്രൊസീജിയർ, അതായത് പേഴ്സണലി ഇനിയും ഒരുപാട് ഹീൽ ചെയ്യാനുണ്ട്, ആ കാര്യങ്ങൾ ചെയ്യണം എന്ന് തിരിച്ചറിയുകയും അതെല്ലാം എടുത്ത് ഹീൽ ചെയ്യാനുള്ള ഒരു ടൂൾ കയ്യിലായി, ആ കേപ്പബിലിറ്റി ഡെവലപ്പായി. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു പുതിയൊരു ഷബ്നയാണല്ലോ, ന്യൂ ഷബ്ന. ആൻഡ് what are the things that new Shabna is going to do? പുതിയ ഷബ്ന എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടുന്നത്? ആൻഡ് what is your goal? All those kind of things. ഈ പോസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്, ഈ ടീമിൽ ചേരുക എന്നുള്ളതാണ് ഫസ്റ്റ് ആഗ്രഹം. പിന്നെ PhD ചെയ്യുക എന്നുള്ളത് വലിയൊരു ലക്ഷ്യമാണ്. അത് നടക്കും തോന്നുന്നു. അതിനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് ചെയ്തതിന് ശേഷം. പിന്നെ മക്കളൊക്കെ സ്പിരിച്വലി ഹൈ ആക്കാൻ നോക്കണം. മക്കളൊന്നും എൻ്റെ അടുത്ത് ട്രോമ ഹീലിങ്ങിന് വരില്ല. അവരെ എങ്ങനെയെങ്കിലുമൊക്കെ വേറെ വഴിയിൽ, ഞാൻ തന്നെ കൊടുത്ത ട്രോമാസ് ആണ്. അപ്പോ എനിക്കത് ഹീൽ ചെയ്യാൻ പറ്റില്ല. അവര് പറയും മമ്മ ഹീൽ ചെയ്താൽ ശരിയാവില്ല, മമ്മ തന്ന ട്രോമാസ് ആണെന്ന് പറയും. അപ്പൊ അവരെ ഈ വഴിയിലേക്ക് കൊണ്ടുവരണം. പിന്നെ വെൽത്ത് ഗോൾസ് ഉണ്ട്, അതൊക്കെ അച്ചീവ് ചെയ്യണം. പിന്നെ ഒരുപാട് പേരെ ഹീൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, ക്ലയൻസിനെ കിട്ടണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്യണം. പിന്നെ ഒരു ക്ലിനിക്ക് ഇടണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അത്രയൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്. മാം. അപ്പം ഒരുപാട് ഇത്തരത്തിലുള്ള പുതിയ പദ്ധതികളുണ്ട്. PhD ചെയ്യാനും അതുപോലെ നമ്മുടെ ഈ ഒരു ടീമിന്റെ ഭാഗമാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം? ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം, ഇത്രയും നല്ലൊരു ടീമും ഒക്കെ ആയതുകൊണ്ടാണോ? വൈ യു വാണ്ട്? കാരണം ഞങ്ങൾ ഈ ചെയ്യുന്ന ഈ ഒരു നിങ്ങൾക്കിപ്പം ഇതിൽ റിസൾട്ട് കിട്ടി, എന്നിട്ട് നമ്മുടെ ടീമിന്റെ ഭാഗമായിക്കൊണ്ട് നിന്നുകൊണ്ട് ഒരുപാട് പേരിലേക്ക് ഇത് എത്തിക്കണം എന്നാണോ ആഗ്രഹിക്കുന്നത്? വാട്ട് ഈസ് യുവർ പ്ലാൻ? അതാണോ? അതെ, സോറി, ഞാൻ ഇടയിൽ കയറിയോ? കുഴപ്പമില്ല, പറഞ്ഞോളൂ. അതെ, കുറെ പേരിൽ എത്തിക്കണം ഇത് എന്നുള്ളതുണ്ട്. കാരണം ഇത് ഭയങ്കര ഇഫക്റ്റീവ് ആണല്ലോ. ഇത് EFT മാത്രല്ല ഇവിടെ ഇഫക്റ്റിന് കുറെ തെറാപ്പികളും നമ്മളൊരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായത് കൊണ്ടും
സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ EFT എന്നുള്ള ഹെഡിങ് മാറ്റണം എന്നാണ് ഞാൻ പറയാം. വേറെ എന്തെങ്കിലും ഒരു പേരായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇവിടെ EFT മാത്രല്ലല്ലോ, കുറെ ഇഫക്റ്റ് കിട്ടുന്നുണ്ട്, കുറെ തെറാപ്പികളുടെ ഇഫക്റ്റ് കിട്ടുന്നുണ്ട് ഇവിടുന്ന്. അപ്പോ തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, കുറെ പ്യുവർ സോൾസിനെ കാണാൻ പറ്റി ഇവിടെ വന്നിട്ട്. ഇവിടെ തന്നെ എൻ്റെ ഗ്രൂപ്പ് മേറ്റ് നമ്മുടെ ജമീല മാമിന്റെ ഇൻസ്പിറേഷനിലാണ് ഞാൻ സത്യം പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് കൺസിസ്റ്റന്റ് ആയിട്ട് എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ ആള് പറയുന്നുണ്ട് ഈ ഒരു 3 ബുക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ നേടി എന്ന് പറഞ്ഞിട്ട്. എത്രയോ പ്രാവശ്യം ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഗ്രൂപ്പിലൊക്കെ ഞാൻ ചേർന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. ഇത്രയും വിശ്വാസം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുപോലെ ഒരുപാട് ആൾക്കാർ നമുക്ക് ഹീൽ ചെയ്യാനും കിട്ടും ഇവിടെ, നമ്മളെ ഇൻസ്പയർ ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട് ഇവിടെ. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാല് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മൊത്തത്തിൽ നമ്മള് പോസിറ്റിവിറ്റി കൺസിസ്റ്റന്റ് ആയിട്ട് പോണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ ചേർന്നാൽ പറ്റും എന്നാണ് എന്റെ വിശ്വാസമല്ല, പറ്റും. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഇതിൽ ചേരാൻ ആഗ്രഹം. ഓൾറൈറ്റ്. ഇനി അടുത്ത എനിക്ക് ചോദിക്കാനുള്ളത്, വാട്ട് ഈസ് യുവർ മെസ്സേജ്? മറ്റുള്ളവർക്ക് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനുള്ളത്? അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന്റെ കൂടെ തന്നെ എല്ലാവരോടും പറയാനുള്ളത്, ഷബ്ന മാം ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ, നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രകാരം ഒരുപാട് നോളജ് ഉള്ള ഒരാളാണ്. ഓൾറെഡി ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയുന്ന ഒരാളാണ്, സൈക്കോളജിയിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾക്ക് പല ആൾക്കാർക്കും പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് മുഴുവൻ നിങ്ങൾക്ക് ചോദിക്കാം. കാരണം നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ചോദ്യത്തിന് നിങ്ങൾക്കാണ് നിങ്ങൾക്കുള്ള അവസരമാണ്. അപ്പൊ എന്റെ ചോദ്യത്തിന് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മാമിനോട് ചോദിക്കാം. ഫ്ലോർ ഈസ് യുവേഴ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം. ഷീ വിൽ ഹെൽപ്പ് യു, ഷീ വിൽ ആൻസർ യു. ദിസ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഒരു സൈക്കോളജി പഠിച്ച് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരാള് ഒരുപാട് കാലം വർക്ക് ചെയ്ത് അതേപോലെ തന്നെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് പുറമെയാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ കാര്യങ്ങൾ പഠിക്കുന്നത്. ഒരു സാധാരണ ഒരു വ്യക്തിയെ പോലെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ചോദിക്കുക. ഷീ വിൽ ഹെൽപ്പ് യു, ഷീ ക്യാൻ ഗൈഡ് യു. ഒരുപാട് ക്ലാരിറ്റി നിങ്ങൾക്ക് നൽകാൻ പറ്റും. സോ ചോദിച്ചോളൂ. നിങ്ങൾക്ക് ചോദിക്കാനുള്ളവർക്ക് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? ഇസ് ദർ എനിബഡി എനി ക്വസ്റ്റ്യൻസ്? എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ചോദിച്ചോളൂ. ഈ പേഴ്സണാലിറ്റി ഡിസോർഡറുകളില്ലേ, ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഡിസോർഡറുകൾ, അതിന്റെ മുകളിൽ EFT എത്ര കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്ന? അത് ഞാൻ പറഞ്ഞല്ലോ. ഈ പേഴ്സണാലിറ്റി NPDകളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാലേ, അവര് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എടുക്കുകയാണ് കേട്ടോ, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എടുക്കുകയാണ്. അവരുടെ ഒരു എന്താ വെച്ചാൽ അവരാണ് ശരി എന്നുള്ള തിങ്കിങ് ആണ് അവർക്കുള്ളത്. അവരൊരിക്കലും സമ്മതിക്കില്ല അവരാണ് തെറ്റെന്നുള്ളത്. അവർ പറയും നമ്മളാണ് തെറ്റെന്ന് പറയും. ഇൻ കേസ് അങ്ങനെ അവർ സമ്മതിച്ച് അവർ ഹീലിങ്ങിന് തയ്യാറാവുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷെ അവരുടെ ബ്രെയിൻ അങ്ങനെയാണ്. നമ്മള് അവരെ കുറ്റം പറയാനും പറ്റില്ല. സത്യത്തില് അവരുടെ ബ്രെയിൻ അങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പിന്നെ അവരുടെ ട്രോമാസിൽ നിന്നും കൂടിയിട്ടാണ് കേട്ടോ, അവരുടെ ചെറുപ്പത്തിലുള്ള ട്രോമാസിൽ നിന്നും കൂടിയിട്ടാണ്. പക്ഷെ അവര് ഹീൽ ചെയ്യാൻ സ്വയം മുന്നോട്ട് വരില്ല എന്നുള്ളതാണ് ഒരു വിഷമമുള്ള കാര്യം. എല്ലാതും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയും എല്ലാം മാറ്റാൻ പറ്റും ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ അവര് തയ്യാറാവില്ല എന്നുള്ളതാണ് പ്രശ്നം. വിജീഷ് മനസ്സിലായോ? അതായത് മാം ഉദ്ദേശിച്ചത് എന്ന് വെച്ചാല്, വിജീഷിന്റെ ചോദ്യം ഇങ്ങനെയാണ് എന്ന് വെച്ചാല്, ഒരാൾ അങ്ങനെ തയ്യാറായി വന്നു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും, തീർച്ചയായിട്ടും മാറ്റാം. ഓക്കെ, പക്ഷെ ഈ പറഞ്ഞതുപോലെ അവർ വരില്ല എന്നുള്ളതാണ് പലപ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലായല്ലോ വിജീഷ്? ഓക്കെ, ക്ലിയർ. ഓക്കെ, എനി അതർ ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ. സാറേ, പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് എന്താ ചെയ്തത്? പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് നമ്മൾ എന്താ അഫർമേഷൻ പറയേണ്ടത്? ഓക്കെ, ആക്ച്വലി പ്രോപ്പർട്ടി വിൽക്കുക ഇതൊരു വെൽത്ത് ക്രിയേഷൻ അല്ലെങ്കിൽ എന്താ പറയുക, അത്തരത്തിലുള്ള കാര്യം. ഇതിനൊക്കെ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മുടെ ഫോർഗിവ്നെസിന്റെ പ്രശ്നമുണ്ട്. അഫർമേഷൻ മാത്രം പറഞ്ഞാൽ പോരാ, നിങ്ങളൊരു ഡീപ്പർ ലെവലിലുള്ള ഹീലിംഗ് നടത്തണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ള പല ഇഷ്യൂസ് ഉണ്ടാവും, പല ചലഞ്ചസ് ഉണ്ടാവും. ആ ചലഞ്ചസുകൾ പലപ്പോഴും കാരണമാകുന്നത് വെച്ചാൽ നമ്മുടെ വെൽത്ത് ബ്ലോക്കിന് കാരണമാകും. ഓക്കെ, വെൽത്ത് ബ്ലോക്കിന് കാരണമായി കഴിഞ്ഞാൽ അതിന്റെ കാരണം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില ബിലീഫുകളുണ്ട്, ചില ജഡ്ജ്മെന്റുകളുണ്ട്, ചില പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസുകളുണ്ട്.
പലപ്പോഴും പറയാറുള്ളത് ഫോർഗിവ്നെസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്കും നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഈ ബ്ലോക്ക് റിമൂവ് ചെയ്യപ്പെടുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യും. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാ ദിവസവും ഇരുന്ന് വിഷ്വലൈസ് ചെയ്യാം, ആ സ്ഥലം നിങ്ങൾ എന്ത് ചെയ്തു, ഒരാൾക്ക് വിറ്റ് കഴിഞ്ഞു. ആ വിൽക്കുന്ന ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, ആളോട് നിങ്ങൾ സംസാരിക്കുന്നു, പ്രോപ്പർട്ടി എല്ലാം കാണിക്കുന്നു, വിൽക്കുന്നു, കാര്യങ്ങളെല്ലാം കാണുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, മനസ്സിൽ ജസ്റ്റ് വിഷ്വലി ചെയ്യുക. വിഷ്വലി ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കും. അത് കൊടുക്കുന്നതായിട്ട് മനസ്സിൽ കാണുക, അയാളുടെ നിന്ന് ക്യാഷ് വാങ്ങിക്കുന്നതായിട്ട് കാണുക, അതെല്ലാം കാണുക. അതേപോലെ തന്നെ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ജസ്റ്റ് അത് വിറ്റ് കഴിഞ്ഞു, താങ്ക് യു താങ്ക് യു താങ്ക് യു, അതായത് പ്രപഞ്ച ശക്തിയോട് അല്ലെങ്കിൽ നാഥനോട് നിങ്ങൾ പറയാ, ഇത് എഴുതുകയാണ് ചെയ്യുന്നത്, എന്റെ ആ ഒരു സ്ഥലം വിറ്റ് കഴിഞ്ഞു. ഇതൊക്കെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യണം, തുടർച്ചയായിട്ട് ചെയ്യണം. ഒരു കാരണവശാലും വിൽക്കുന്നത് വരെ നിർത്തരുത്, മനസ്സിലായോ? അതുവരെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഇന്റൻസിറ്റിയോട് കൂടി, ആത്മാർത്ഥതയോട് കൂടി, സിൻസിയറിയോട് കൂടി നിങ്ങൾ ഇത് ചെയ്യുന്നു, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ലോജിക്കലായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമ്മളെ മൈൻഡിലേക്ക് കൊടുക്കുക. ഇനി പിന്നെ അതിൽ കൂടുതൽ ചിന്തിക്കരുത്. ഓ, ഇത് പോകുന്നില്ലല്ലോ, ഇത് നടക്കുന്നില്ലല്ലോ, ഇത് സംഭവിക്കുന്നില്ലല്ലോ. നടന്നിരിക്കും, നമുക്കത് എവിടെ പോവാൻ എന്നൊരു തോട്ട് പ്രോസസ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. പലർക്കും അതില്ല, നടക്കുമായിരിക്കില്ല എന്നുള്ള തിങ്കിങ്. ഷബ്ന മാം തന്നെ പറഞ്ഞു, പല കാര്യങ്ങളിലും ഒരു പകുതി വിശ്വാസം ഉണ്ടായിരുന്നത്, പകുതി കാര്യം. അപ്പൊ അതൊക്കെ ഷിഫ്റ്റ് ആയത് നമ്മുടെ പ്രോഗ്രാമിൽ വന്നിട്ടാണ്. അപ്പൊ അത് നമ്മൾ ശീലിച്ചത് കൊണ്ട്, അങ്ങനെ ചിന്തിച്ച് ശീലിച്ചു. ഒന്നിനെ നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കില്ല, ഒന്നിനെ നമ്മൾ അങ്ങോട്ട് ഉൾക്കൊള്ളില്ല. കേരളത്തിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഇതാ. നോർത്ത് ഇന്ത്യയിൽ ഈ പ്രോഗ്രാം ഒക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പ്രത്യേകത എന്താണെന്ന് അറിയോ, പെട്ടെന്ന് വിശ്വസിക്കും. കാരണം അവർ ഓവറായിട്ട് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യില്ല, അവർക്ക് അധികം വിദ്യാഭ്യാസമോ കാര്യങ്ങളോ അവരങ്ങനൊന്നും ചിന്തിക്കില്ല. ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ചെന്നൈക്കാണ് പോകുന്നത്, ചെന്നൈ, തമിഴ്നാട്, അറിയാലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളുടെ അത് ലീഡ് ചെയ്യുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ ഉള്ളത് ചെന്നൈയിലാണ്, അല്ലെങ്കിൽ എന്താ പറയുക, തമിഴ്നാട്ടില്. എന്താ കാരണം? അവിടെയുള്ളവർ കൂടുതലായിട്ട് എന്ത് ചെയ്യില്ല, ലോജിക്കലി അനലൈസ് ചെയ്യാൻ ശ്രമിക്കില്ല. ഇത് ട്രസ്റ്റ് ദ പ്രോസസ്. മലയാളികളുടെ പ്രശ്നം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസവും നല്ല രീതിയിൽ ഉഷാറായിട്ടുള്ള സ്ഥലം കേരളമാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾ പലപ്പോഴും ഉള്ള ട്രെൻഡ് എന്ന് വെച്ചാൽ ഒന്നിനെയും ഉൾക്കൊള്ളാനും ആക്സെപ്റ്റ് ചെയ്യാനും ഓവറായിട്ട് തിങ്ക് ചെയ്ത് വെറുതെ സ്ട്രെസ്സിൽ ജീവിക്കുന്നവരാ. വിദ്യാഭ്യാസം ഉണ്ടെന്നേ ഉള്ളൂ, ടെൻഷനും വിഷമവും സ്ട്രെസ്സും ഭയങ്കരമായിട്ട് കൂടുതലാണ് മലയാളികൾ. അപ്പൊ നമ്മൾ അതൊക്കെ വിടുക, ട്രസ്റ്റ് ചെയ്യുക കേട്ടോ, അത് നടക്കും. ബഷീർക്ക് മനസ്സിലായോ? അത് നടക്കും. എങ്ങനെയും ചോദിക്കേണ്ട, അത് നടക്കും. ആ സ്ഥലം വിൽപ്പന നടക്കും, കാര്യങ്ങൾ അങ്ങനെ തന്നെ തോട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വരും. ഇനി ചോദിക്കുകയാണ് ചോദിച്ചോളൂ, അടുത്ത ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ. ഇനി മാമിന് എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യാണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ. ഹലോ സർ, ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഷബ്ന മാം വിഷ്വൽ ചെയ്തതില് നടന്ന ഒരു കാര്യം പറയോ? അതായത് ആഗ്രഹിച്ചിട്ട് ഇത് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് പിന്നെ ഇതൊക്കെ ചെയ്തതിന് ശേഷം നടന്നൊരു സംഭവം. ഇപ്പോ ഈ പ്രോഗ്രാമിൽ ചേർന്നതിന് ശേഷമാണോ മുമ്പുള്ളതാണോ? മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഏതാണെങ്കിലും പ്രശ്നമില്ല, പക്ഷെ അത്രയും ആഗ്രഹിച്ചത് നടക്കൂലെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നടന്നൊരു സംഭവം. ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഞാൻ ചിന്തിച്ചതാണ് നടക്കുന്നതൊക്കെ. ഇവിടെ വന്നതിന് ശേഷം 1 മാസമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ സൈക്കോളജി പഠിച്ചതൊക്കെ ഈ വിഷ്വൽ ചെയ്ത് തന്നെയാണ്. അത് മുമ്പ്. ഇവിടെ വന്നിട്ട് ഇപ്പോ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യം, കടം വാങ്ങിയവര് ചിലര് തിരിച്ചു തന്നിട്ടുണ്ട്. അതിലെന്നെ തീരെ നടക്കില്ല എന്ന് വിചാരിച്ചത് ഒരു ആളുടെ പൊസിഷൻ പറയാൻ പറ്റില്ല. അതോറിറ്റി ലെവലിലുള്ള ആളാണ്. ഒരു രാഷ്ട്രീയം ഒക്കെ ഉള്ള ആള്. ഒരു ഹയർ ലെവലിൽ ഇരിക്കുന്ന ആള്. ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ട്. ഈ കമ്പി സിമെന്റിന്റെ ഒക്കെ ബിസിനസ് ആണുള്ളത്. അപ്പൊ ഇഷ്ടം പോലെ നമുക്ക് കടം പോവും. അപ്പൊ അത് തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തള്ളിയതാണ്. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാനിത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് എഴുതി വെച്ചു, വിഷ്വൽ ചെയ്തു. അങ്ങനെ ആ ഒരു കിട്ടില്ല എന്ന് വിചാരിച്ച സംഭവമാണ് എഴുതി തള്ളിയത്. അത് കിട്ടി തിരിച്ച്. പിന്നെ അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞത് എന്താ വെച്ചാല്, ഇത് മിറാക്കിളൊന്നല്ല. ഹസ്ബൻഡിന് ഇതിലൊന്നും വലിയ വിശ്വാസമില്ല. മൂപ്പരും ഒരു സയൻസ് സ്റ്റുഡന്റ് തന്നെ ആയിരുന്നു. അപ്പൊ ആള് പറയണത് എന്താ വെച്ചാൽ, ഞാൻ എന്താ പറയാ, നീ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് അതിനെ ഫോളോ ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടി. അതുകൊണ്ട് ഞാൻ ഫോളോ ചെയ്തത് കൊണ്ടാണ് കിട്ടിയെന്നാണ് ഹസ്ബൻഡ് പറയുന്നത്.
പക്ഷെ അങ്ങനല്ല മിറാക്കിൾ അത് ഏഹ്, ഇങ്ങനൊക്കെ വിഷ്വൽ ചെയ്തുകൊണ്ട് തന്നെയാണ്. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അതാണ് അവിടെ നടന്നിട്ടുള്ളതെന്നാണ് ഞാൻ പറയാറ്. മൂപ്പര് പറയാ ഹാർഡ് വർക്കാണ് ഇമ്പോർട്ടന്റ് എന്നാണ് പറയാ. പക്ഷെ ഹാർഡ് വർക്കിനുള്ള നമുക്കുള്ള ശക്തി കിട്ടുന്നത് നമ്മൾ വിഷ്വൽ ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. ഭയങ്കര ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള കാര്യം. പിന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എനിക്കിപ്പോ പെട്ടെന്ന് ചോദിച്ചപ്പോ ഓർമ്മ വരില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ മിറാക്കിൾസ് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളതൊന്നും ചിന്തിക്കുന്നില്ല, ഇപ്പൊ ഓർമ്മയിൽ വരുന്നില്ല. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ. കേൾക്കുന്നുണ്ട് മാഡം, പറഞ്ഞോളൂ. ചോദിച്ചാള് പോയെന്ന് തോന്നുന്നു. അയ്യോ, അപ്പൊ അത്രയാണ്. പോയിട്ടില്ല. ഒരു എക്സാമ്പിൾ ആയല്ലോ. ആ മതി മതി മതി. ഇത് മതി. അല്ലേ, മറ്റുള്ളവർക്ക് ഫോർഗീവ്നെസ് ചെയ്ത് കൊടുക്കാൻ പറ്റുക എന്നുള്ള ഏറ്റവും വലിയ കാര്യമല്ലേ, അത് ചെയ്തു കൊടുത്തല്ലോ. അതെ അതെ. പക്ഷെ മുഴുവനായിട്ടില്ല കേട്ടോ. എനിക്കിനി NPD-നോടൊക്കെ എന്നെ ഞാൻ പറയല്ലോ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി ഉണ്ട് പറഞ്ഞത്, അവർക്കൊന്ന് ഫോർഗീവ് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. മൊത്തം എല്ലാവർക്കും ഫോർഗീവ് ചെയ്യണം. അല്ല, അങ്ങനെയുള്ളവർ നമ്മളെ ഇതിൽ അങ്ങനെ കേറി പറ്റാൻ എന്താ വഴി ഉണ്ടോ? നമ്മളെന്താ ചെയ്ത് കൊടുക്കാണ്ടത്? ഇങ്ങനെ ഇപ്പൊ എത്തിപ്പെടൂല, അതാ ഉള്ളത്. അവര് നമ്മള് ഒന്നാമത് സാറ് പറയാറ് നമ്മൾ ചിന്തിച്ചിട്ടാണ് അവരെ വരുത്തിയെന്നാണ്. പക്ഷെ നമ്മളൊന്നും ചിന്തിച്ചതല്ല, അവര് നമ്മളടുത്ത് എത്തിയതാണ്. സാറിന്റെ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുള്ളത് നമ്മൾ തന്നെ അട്രാക്ട് ചെയ്ത് വരുത്തിയതാണ് അവരെന്നാ പറയണത്. പക്ഷെ നമ്മള് പോസിറ്റീവായ ആൾക്കാർ നമ്മളിങ്ങനെ അഫർമേഷൻ പറഞ്ഞാൽ മതി. നമ്മൾ കണ്ടെത്തുന്നത്, നമ്മള് കണ്ടുമുട്ടുന്നതൊക്കെ പോസിറ്റീവ് ആൾക്കാരാണ്. പോസിറ്റീവ് ആൾക്കാരാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നതൊക്കെ ഒന്ന് അഫർമേഷൻ പറഞ്ഞാൽ മതി. അപ്പൊ ഇനി നമുക്ക് വലിയ ഉപദ്രവങ്ങൾ അങ്ങനത്തെ ആൾക്കാരിൽ നിന്ന് ഉണ്ടാവില്ല. പിന്നെ അവരിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കുക. അവരായിട്ട് വലിയ ഡിസ്കഷനും റിലേഷനും ഒന്നും പോകണ്ട. ഒഴിവാക്കാൻ പറ്റാത്തവരാണെങ്കിൽ എന്താ ചെയ്യാ? നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തവരാണല്ലോ, അവര് പറയണതാ ഒഴിവാക്കാൻ ഒഴിവാക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക നമ്മള്. പിന്നെ നമ്മൾ അവരായിട്ട് സംസാരിക്കാൻ പോകുമ്പോ ഒരു ബബിളിന്റെ ഉള്ളിലാണെന്ന് നമ്മൾ സങ്കല്പിക്കുക. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മള് ഒരു പടച്ചട്ട അണിഞ്ഞിട്ട് പോകുക എന്നുള്ളത്. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഒരു ബബിളിന്റെ ഉള്ളിൽ, സാങ്കല്പികമായിട്ടുള്ള ബബിളിന്റെ ഉള്ളിലാന്ന് ചിന്തിക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടും അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ടും നെഗറ്റീവ്സ് പാസ് ചെയ്യണില്ല എന്നുള്ളത് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക അവരോട് സംസാരിക്കാൻ പോകുന്ന മുമ്പ്. പക്ഷെ എപ്പോഴും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, സ്ഥിരം കാണുന്ന ആൾക്കാരായതുകൊണ്ട്. അപ്പൊ ബാക്കി നമ്മൾ അനുഭവിച്ചേ പറ്റും. നമ്മുടെ കർമ്മയായിരിക്കാം അതൊക്കെയെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മള് പിന്നെ അവരോട് സംസാരിക്കുമ്പോ കുറച്ച് മൈൻഡ്ഫുൾ ആയിട്ട് സംസാരിക്കുക. ഇങ്ങനെ എല്ലാം ഒന്നും പറയാൻ പോകരുത്. ചെറിയ ചെറിയ വാക്കുകളില് സുഖല്ലേ, അങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നമ്മൾ അവരുടെ വലയിൽ വീഴാണ്ട് ശ്രദ്ധിക്കുക. സംസാരിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു വേർഡ്സ് ആയിട്ട് സംസാരിക്കാൻ നോക്കുക. അതൊക്കെ നമ്മൾ ആദ്യമേ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാൻ. ഇങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ. ഓർമ്മ വരുമ്പോഴൊക്കെ, എപ്പോഴും ഓർമ്മ ഉണ്ടാവില്ല, അത് വേറെ കാര്യം. ഓക്കെ, വളരെ നല്ല ക്വസ്റ്റൻ ആണ്. വളരെ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമ്മുടെ കൂടെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റും അല്ലെ? പലപ്പോഴും എനിക്ക് ഈ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഒരു ലൈഫിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? നമ്മുടെ ചിന്തകൾ പോസിറ്റീവ്, നമ്മൾ ഹീലിംഗ് നടത്തുക, നമ്മുടെ എനർജി കൂട്ടുക. ഈ എനർജിയും അവരെ ചേഞ്ച് ചെയ്യും കേട്ടോ. അങ്ങനെയുണ്ട്. അപ്പം ഈ നമ്മുടെ കൂടെ താമസിക്കുന്ന ആൾക്കാരെ ചേഞ്ച് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരൊറ്റ വഴിയുള്ളൂ. നിങ്ങളുടെ എനർജി ഹൈ ആക്കി നിർത്തിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ഹൈ ആക്കി നിർത്തി ഇപ്പൊ മാം പറഞ്ഞ പോലുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം, ശ്രദ്ധിക്കണം. കാരണം ഇവര് ഭയങ്കര ഡേഞ്ചറസ് ആണല്ലോ, ഹൈലി ടോക്സിക് ആണ്. അപ്പൊ ഇവരെപ്പോഴും അപ്പൊ അത് അവിടെ നമ്മൾ കീപ്പ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ എനർജി കൂട്ടുക. കാരണം ഇത് നമ്മൾ ബൗണ്ടറി കാര്യങ്ങൾ സെറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ ആകെ തളർന്നു പോകും. അപ്പൊ അങ്ങനെ നമ്മൾ അതൊരു ചെറിയൊരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത്, ബൗണ്ടറി എന്ന് പറയുമ്പം എല്ലാ കാര്യങ്ങളും അവരോട് പോയിട്ട് വളരെ ഓപ്പൺ ആയിട്ട് ഇൻവോൾവ്ഡ് ആവുക, കൂടുതൽ സമയം അവരുടെ കൂടെ സമയം ചെലവഴിക്കുക, നമ്മൾ ശ്രദ്ധിക്കാതെ അവരുടെ കൂടെ സമയം കൂടുതൽ ചെലവഴിക്കുക, അവരുണ്ടാക്കുന്ന എല്ലാ വഴക്കുകളിലും നമ്മൾ ചെന്നിട്ട് എന്ത് ചെയ്യുക, പെട്ടുകൊടുക്കുക. ഇതൊക്കെ ഇല്ലാതെ ഒന്ന് സംരക്ഷിക്കുന്നതിനെ പറയുന്ന പേരാണ് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ കുറച്ച് കുറയ്ക്കുക. എന്നതിനർത്ഥം തീരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിച്ചു ചെയ്യുക. നമ്മുടെ എല്ലാ കഥകളും അവരോട് പോയിട്ട്, അവര് വിക്ടിമാണ്. ആക്ച്വലി നാർസിസിസ്റ്റ് എന്ന് പറയുന്നത് അവരും വിക്ടിമാണ്. എങ്ങനെ ആയി? ജനിച്ചപ്പോ അവരിങ്ങനെ ആയിരുന്നില്ല. അവര് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ ചെന്ന് അവർ ഒരുപാട് പെയിനിലൂടെയും ട്രോമയിലൂടെയും കടന്നുപോയവർ. അപ്പൊ വേദനിപ്പിക്കപ്പെട്ടവർ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു പറയും.
അപ്പം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരെല്ലാവരും അതിലേറെ ശക്തിയിൽ വേദനിപ്പിക്കപ്പെട്ടവരാണ്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ ലൈഫിൽ ഒരുപാട് ട്രോമയും നെഗറ്റിവിറ്റി എനർജിയും പല കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളിൽ പല ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസും വ്യക്തികളൊക്കെ നമ്മളിലേക്ക് വന്ന് ചെയ്തത്. അപ്പൊ നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളെ സംഭവിക്കാം. ഒന്ന്, അവർ നമ്മളിൽ നിന്ന് വിട്ടുപോകും. ഒരു ടൈപ്പ് വിട്ടുപോകാൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യും? ട്രാൻസ്ഫോംഡ് ആയി വരും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിട്ട് നമ്മുടെ എനർജി നല്ല ഹൈ ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ എനർജി അവരെ ഹീൽ ചെയ്യാൻ തുടങ്ങും. അതിന് നമ്മളൊരു ലെവലിൽ എത്തേണ്ടതുണ്ട്. നമ്മൾ ഈ ജഡ്ജ്മെന്റ് മൈൻഡ് സെറ്റ്, നമ്മളെ പഴയ അവരിൽ നിന്നുണ്ടായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ മുറുകെ പിടിച്ച് ആ ഫിയറിൽ നിന്നാൽ, ആ നെഗറ്റീവ് എനർജിയിൽ നിന്നാൽ നമുക്ക് നെഗറ്റീവായിട്ട് ഹൈ ആവാൻ പറ്റില്ല. മറിച്ച് അവരെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത്, എന്നതിനർത്ഥം അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് നമ്മളിലേക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് അവരെ ഇങ്ങോട്ട് കംപ്ലീറ്റ്ലി നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്ന ബൗണ്ടറി ഇല്ലാത്ത അവസ്ഥയല്ല. ബൗണ്ടറി ഒക്കെ ഉണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം അവരെ അക്സെപ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഇതാണ് സംഭവിച്ചത് തിരിച്ചറിഞ്ഞ് അവരെ ഒരു സ്നേഹത്തിന്റെ സ്പേസിൽ നിന്ന് നമ്മൾ അവരെ കാണാനും മനസ്സിലാക്കാനും ഒരു കമ്പാഷനേറ്റ് ആയിട്ട് മനസ്സിലാക്കാനും ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ. എന്ന് വിചാരിച്ചിട്ട് എന്തില്ല, ബൗണ്ടറി ബ്രേക്ക് ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മളുടെ ഉള്ളിൽ നമ്മൾ സ്നേഹം നിറച്ച് ഹൈ എനർജി നമുക്ക് പീക്ക് ലെവലിലേക്ക് പോകണം. നമ്മൾ 600+ മുകളിൽ പോയി, പിന്നെ ഇയാളുടെ ഒന്നും നമുക്ക് പ്രശ്നമല്ല. നിങ്ങൾ 600 മുകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, എനർജി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എനർജി ഭയങ്കര കണ്ടേജിയസ് ആകും. നിങ്ങളുടെ എനർജി ഭയങ്കര പവർഫുൾ ആകും. ആ എനർജി എന്ത് ചെയ്യും? മറ്റുള്ളവരിലേക്ക് പകരാൻ തുടങ്ങും. ആ എനർജി ട്രാൻസ്ഫോം ചെയ്യും. നെഗറ്റീവ് എനർജിയെക്കാട്ടിലും എത്രയോ പവർഫുൾ ആണ് പോസിറ്റീവ് എനർജി. പവർഫുൾ ആണ്, ഭയങ്കര പവർഫുൾ ആണ്. പക്ഷെ ആ പോസിറ്റീവ് എനർജിയിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. നമ്മുടെയൊക്കെ പ്രോബ്ലം പോസിറ്റീവ് എനർജി നമ്മൾ ചിന്തിക്കുമെങ്കിലും നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ക്ലിയർ ചെയ്യാത്ത നെഗറ്റീവ് എനർജി കൊണ്ട് നടക്കുന്നു. നെഗറ്റീവ് എനർജി ഒരുപാട് എടുത്ത് കളയാതെ അതവിടെ വെച്ചുകൊണ്ട് കുറച്ച് പോസിറ്റീവായിട്ട് നടക്കണം നമ്മൾ. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്രയും കാലം അനുഭവിച്ചത് ഒരു വലിയ കെട്ട് തന്നെയുണ്ട് നെഗറ്റീവ് എനർജി. ഇത് എന്താ പറയുക, ഒന്നും ആവില്ല, തികയൂല. അപ്പൊ അങ്ങനെയല്ല, ഇതിനെ മുഴുവൻ എടുത്ത് കളയണം. അതിനാണ് ഹീലിംഗ്. അത് ചെയ്തിട്ട് നമ്മൾ EFT പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന അതിനാണ്. ഇത് എടുത്ത് കളയും. എടുത്ത് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ വർദ്ധിപ്പിച്ച് ഭയങ്കര പവർഫുൾ ആണ്. അങ്ങനെ പവർഫുൾ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അങ്ങനെ അത്രയും പവർഫുൾ നിങ്ങൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നെഗറ്റിവിറ്റിയും പ്രശ്നമല്ല, ഒന്നും അവിടെ പ്രശ്നമല്ല. വേറൊരാളുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പ്രശ്നമല്ലാതാവും. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അത് എല്ലാവർക്കും എപ്പോഴും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ട്രാൻസ്ഫോംഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടൂല. നിങ്ങൾക്ക് പിന്നെ ഇതൊക്കെ ചെറിയ കേസാണ്. ഈ NPD, ഇവരും ഈ ടോക്സിസിറ്റി, ഈ ഡിസോർഡർ ഉള്ള ആൾക്കാരൊന്നും അത് നിങ്ങളുടെ വിഷയമേ അല്ല. പിന്നെ മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇറ്റ്സ് നോട്ട് മാറ്റർ. അപ്പൊ നിങ്ങൾ ലോജിക്കലി പിന്നെയും എന്നാലും സാർ എന്ന് പറഞ്ഞാണ്ട് അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് സാർ എന്ന് പറഞ്ഞാണ്ട് നിങ്ങൾ വരണ്ട. നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് പറയുന്നതാണ്. ഐ അണ്ടർസ്റ്റാൻഡ്. അത്രയ്ക്കും പെയിൻ ആണ്, അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്, അത്രയും ശരിയാണ്. ഐ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ നമ്മുടെ എനർജിയെ ഭയങ്കരമായിട്ട് നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എനർജി വളരെ പവർഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് നമ്മൾ തൊട്ടിട്ട് കാര്യമില്ല, നമുക്കത് ഏൽക്കൂല. അവരെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോലും. നമുക്ക് പിന്നെ വലിയ പദ്ധതികളുണ്ട്, വലിയ ചിന്തകളുണ്ട്, വലിയ വേറെ ലെവലിലാണ് നമ്മൾ പിന്നെ കണക്റ്റഡ് ആയിരിക്കുന്ന മുകളിലുള്ള ആളുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യണത്. താഴെയുള്ളവരും നമുക്ക് പിന്നെ വിഷയമല്ല. മുകളിലുള്ള ആളുടെ കറക്റ്റ് സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മൾ ആ പിടുത്തം നമുക്ക് ഉണ്ടാകുമ്പോൾ പിന്നെ അതിനാണ് അല്ലേ, നമ്മൾ പല ഭാഷയിൽ പല പദങ്ങളിൽ പല വിശ്വാസങ്ങൾ പറയും. തവക്കുൽ. അതുള്ളവർക്ക് ഭയങ്കര ക്ഷമയല്ല അത്. അവർക്ക് ക്ഷമിക്കേണ്ട ആവശ്യം പോലും ഇല്ല, സഹിക്കേണ്ട അവസ്ഥ പോലും ഇല്ല. അവരൊന്നും ഇത് ബാധിക്കില്ല. അത് ഇല്ലാത്തവരെയാണ് ഇത് ഭയങ്കരമായിട്ട് തകർത്ത് കളയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഈ നാർസിസിസ്റ്റ് ഒന്നും ഒരു വിഷയമുള്ള കേസേ അല്ല. സാധാരണക്കാരനോട് അത് പറയുമ്പോൾ വിഷയം തന്നെയാണ്. സാധാരണക്കാരൻ അത് വലിയ വിഷയമാണ്, വലിയ പ്രയാസമാണ്, കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷെ ഹയർ ഡയമെൻഷനിലുള്ള ആൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. അയാൾ ഇങ്ങനെ നോക്കിയിട്ട് താഴത്ത് നോക്കിയിട്ട് പാവം. നാർസിസിസ്റ്റ് NPD നോക്കിയിട്ട് ഒരു പാവം, അനുകമ്പയോട് കൂടിയാ കാണാൻ. എനിക്ക് നീ വന്നതിന് ശേഷം അങ്ങനെ പറയാൻ തോന്നി. അത് അനുഭവിക്കുന്നവർക്കാണല്ലോ ബുദ്ധിമുട്ട്. അതാണ് ഞാൻ പറയാം. എനിക്ക് അങ്ങനെ പറയാൻ തോന്നി. അതാണ് മാം ഞാൻ പറഞ്ഞത്. നമ്മൾ താഴെക്കെട്ടിൽ അനുഭവിക്കുന്നത് താഴെക്കെട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ് അനുഭവിക്കുന്നത്. നമ്മുടെ എനർജി ലോ ആയതുകൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ എനർജി ഹൈ ആയാൽ നമ്മൾ അത് അനുഭവിക്കൂല. എനിക്ക് തോന്നണില്ലേ,
മാം പറഞ്ഞോളൂ എന്താണ്? എനിക്ക് തോന്നണില്ല, എനിക്ക് അവരോട് അതാണ് ഞാൻ നമ്മൾ പറഞ്ഞത്. അത് എനിക്ക് തോന്നാത്തത് എന്താണ്? അത് നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം. NPD കിടക്കുന്നത് എവിടെയെന്ന് അറിയോ? ഇവിടെ എന്ന് വെച്ചോ. നമ്മൾ എവിടെ കിടക്കുന്നത്? നമ്മളും ഇവിടെ, അല്ലെങ്കിൽ കുറച്ച് മുകളില് ഉള്ളൂ. അപ്പോഴേക്കും NPD ഒന്ന് പിടിച്ചു താഴ്ത്തുമ്പോൾ നമ്മൾ ഇവിടേക്ക് എത്തും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ കഴിഞ്ഞ് NPD ആവാൻ വേറെ ഏത് ഡിസോർഡർ. പക്ഷെ നമ്മൾ ഇവിടെയാണ്. NPDക്ക് എത്തുക പോലും ഇല്ല. നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടില്ല. കാരണം നമ്മളെ കുറെ മുൻപ് NPD നമ്മളെ അടിച്ച് താത്തി നമ്മൾ ഇവിടെ താഴെ ഇപ്പൊ പൊങ്ങി വരുന്നേ ഉള്ളൂ. മാം മനസ്സിലായോ ജമീല മാം? മാം അത് അപ്പുറത്തേക്ക് പോയിട്ടില്ല. അവിടേക്ക് പോകാനുണ്ട്. ആ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഡയമെൻഷനാ. അവിടെ പിന്നെ ഈ ലോകത്തുള്ള വിഷയങ്ങളൊന്നും പ്രശ്നമല്ല. ഏത് ഈ ലോകത്തുള്ള വിഷയങ്ങളൊന്നും പിന്നെ അവിടെ പ്രശ്നമല്ല. പിന്നെ വേറെ വിഷയങ്ങളാണ് അവിടെ, വേറെ മൈൻഡാണ് അവിടെ. അതൊരു ശക്തിയാണ്, അതൊരു പവർ നമുക്ക് കിട്ടുന്നതാണ്. കൽബിന്റെ പവർ എന്ന് പറയില്ലേ, ഹൃദയത്തിന്റെ ശക്തി എന്ന് പറയില്ലേ. ഹൃദയത്തിന്റെ ശക്തി കിട്ടാണ്ട് ഇപ്പൊ നമ്മുടെ അടുത്തൊക്കെ മനസ്സിന്റെ ശക്തിയുള്ളൂ. മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്യുക, ആലോചിക്കുക, ചിന്തിക്കുക. അത് രണ്ടും വേറെയാണ്. അത് രണ്ടാണ് മാം. അഡ്വാൻസ് പ്രോഗ്രാമിൽ വരും, നമുക്ക് പഠിപ്പിച്ചാൽ ഹൃദയത്തിന്റെ ശക്തി എന്താ. ഓക്കെ, അപ്പോ അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് അത് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഹീലിംഗേ തുടങ്ങിയിട്ടുള്ളൂ. ഫസ്റ്റ് ബേസിക്കലി നമ്മൾ എന്താ വെച്ചാൽ ക്ലിയർ ചെയ്യണം പ്രശ്നങ്ങൾ. ഹൃദയത്തിന്റെ ശക്തി കൂട്ടുന്ന ഒരു സാധനമാണ്. ഭയങ്കരമായിട്ട് നമ്മൾ അടുത്ത ഡയമെൻഷനിലേക്ക് പോകുന്നു കേട്ടോ. അപ്പൊ അത് നമ്മൾ എന്താ വെച്ചാല് നെഗറ്റീവ് തരുന്നവർ നമ്മളത് ഏറ്റെടുക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് ആക്ച്വലി എന്താണെന്ന് അറിയാം. നമ്മൾ ഏറ്റെടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാ നമുക്കത് കിട്ടൂല, നമ്മളടുത്തേക്ക് അത് എത്തൂല. മനസ്സിലാകുന്നുണ്ട്? ആ ഒരു ലെവലുണ്ട്. ആ ലെവൽ ഞാൻ ചുമ്മാ പറയുന്നതല്ല, അത് ലിറ്ററലി ആ എനർജി കിട്ടിയവർക്കേ അത് മനസ്സിലാവുള്ളൂ. അത് കിട്ടിയ കുറേ ആൾക്കാരുണ്ട്. അത് കിട്ടിയ ആൾക്കാർക്ക് അറിയാം, അത് എക്സ്പീരിയൻസ് ചെയ്തവരുണ്ട്. എത്രയോ ആൾക്കാരുണ്ട്. സ്വർണ്ണോ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ട് പവർ കൂടിയവരുണ്ട്. ബേസിക് തന്നെ കഴിഞ്ഞിട്ട് പവർ അങ്ങോട്ട് കൂടും. പവർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പ്രശ്നങ്ങളല്ല, ഭർത്താവിന്റെ പ്രശ്നങ്ങളല്ല, അത്രയും കാലം ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഭർത്താവിന്റെ പ്രശ്നങ്ങളല്ല, അമ്മായിമ്മയുടെ പ്രശ്നങ്ങളല്ല. അവര് പിന്നെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ ഇവരിലെ ബാധിക്കാതെ പോകും. മനസ്സിലാകുന്നുണ്ടോ? അവരത് ബാധിക്കാതെയാവും. അവർക്ക് പിന്നെ അതല്ല വിഷയം വേറെയാണ്. അവർക്ക് ഈ ലവ്, ഈ ലഹരി ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ടാവും. ഈ മൊഹബത്തിന്റെ ലഹരി, ഇഷ്കിന്റെ ലഹരി, പ്രണയത്തിന്റെ ലഹരി. എന്തിനോടുള്ള പ്രണയം? ജീവിതത്തോടുള്ള പ്രണയം, സന്തോഷം, ആനന്ദം, സമാധാനം ഉള്ളിൽ ഇങ്ങനെ വരും, സന്തോഷം ഉള്ളിൽ നിന്ന് വരും. അതിന്റെ ഒരു എനർജി ഉണ്ട്. ആ എനർജി കിട്ടിയാണല്ലോ ആ ലഹരിയിൽ ഇങ്ങനെ ഇരുന്ന അവിടെ എന്താ പറഞ്ഞാ പറഞ്ഞോട്ടെ, ഇവിടെ എന്താ പറഞ്ഞോട്ടെ, നമ്മളെ ബാധിക്കൂല. യു ആർ ഇൻ എ ഡിഫറെന്റ് ലെവൽ ഓഫ് ട്രാക്ക്. നിങ്ങൾ നിങ്ങളെ പണികൾ ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ ടാസ്കുകൾ ചെയ്യും. ഇതിങ്ങനെ ചെയ്തു പോകുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ എനർജി അത്രയും പവർഫുൾ ആണ്. നിങ്ങളിൽ നിന്ന് പോസിറ്റീവ് എനർജി എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് അവരെ ചേഞ്ച് ആകും, അവരെ ഷിഫ്റ്റ് ചെയ്യും. കാരണം അവര് പലപ്പോഴും ട്രിഗർ ആവാൻ കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ബൗണ്ടറി ഇല്ലാതെ പോയിട്ട് നമ്മൾ ട്രിഗർ ആണ്, നമ്മൾ പോയിട്ട് എന്തെങ്കിലും നമ്മൾ ട്രിഗർ ആയാണ്ട് പറയും. ആ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. അവർ ഓൾറെഡി കത്തിക്കൊണ്ടിരിക്കുന്ന സാധനം എരിഞ്ഞുകൊണ്ടിരിക്കുക, NPD അല്ലെങ്കിൽ ഉള്ളത്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ചെറുതായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാതെ നമ്മളെ സങ്കടം അങ്ങോട്ട് പറയും. അപ്പൊ അത് ആളിക്കത്തും. നമ്മൾ എനർജി ഹൈ ആയി ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സമയത്ത് നമ്മളൊന്നും പറയൂല. അവരുടെ നമ്മളെ ബാധിക്കുന്നില്ല. നമ്മളെ ബാധിക്കാത്തവർ നമ്മുടെ അടുത്ത് ഒരു നെഗറ്റീവ് എനർജി, ഒരു ടോക്കോ, ഒരു ട്രിഗർ ചെയ്യുന്ന ഒരു സംസാരം നമ്മളെ അവരുടെ അടുത്തേക്ക് പോകില്ല. നമുക്കറിയാം എന്ത് പറയണം, നമുക്കറിയാം എന്ത് പറയണ്ട. നമ്മൾ ഉള്ളിൽ നിന്ന് കറക്റ്റ് മാത്രം പറയുന്ന, കറക്റ്റ് മാത്രം സംസാരിക്കുന്ന, ഉള്ളിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ തുടങ്ങും. അതൊരു വേറെ ലെവൽ സ്റ്റേറ്റ് ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് എല്ലാവർക്കും അത് സാധിക്കണം. അതാണ് നമ്മുടെ ജേണി. അതാണ് നമ്മുടെ ലക്ഷ്യം. അവിടേക്കാണ് നമ്മൾ നിങ്ങളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഒരുമിച്ച് യാത്ര പോകും. അതിനു വേണ്ടിയിട്ട് ഹീലിംഗ് സെന്റേഴ്സ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കോഴിക്കോട് അതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നതാണ്. ഓക്കെ, ഫർദർ ക്വസ്റ്റ്യൻസിലേക്ക് പോകട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹോപ്പ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാം ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം. ഹലോ മാഡം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ പേര് ജെബിൻ ആണ്. ഒരു ഡൗട്ട് ചോദിക്കുന്നു. മാഡം, ഈ കോഴ്സൊക്കെ ചെയ്തതിനു ശേഷമേ ഈ കടം ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ഭയങ്കരമായിട്ട് കടമൊക്കെ നമ്മളോട് ചോദിക്കാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ എങ്ങനെയാ മാഡം മാനേജ് ചെയ്യുന്നതെന്നൊന്ന് പറയാമോ?
കടം ചോദിച്ച് വന്നിട്ടില്ല ഈ കോഴ്സ് ചെയ്ത ശേഷം. അവരെ അട്രാക്ട് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ആ മൈൻഡൊക്കെ മാറ്റി. കടം ചോദിച്ചാ ഇല്ല എന്ന് പറയാൻ പഠിച്ചു. അങ്ങനെ നമ്മള് വെറുതെ അവരുടെ വിക്ടിം ആവണ്ടല്ലോ എന്നുള്ളതൊക്കെ അങ്ങനൊക്കെ ഒരു ഇപ്പഴല്ല കുറച്ച് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബിസിനസ്സിൽ പിന്നെ നിവൃത്തിയില്ല. കടം കൊടുക്കാതെ നിവൃത്തിയില്ല. നമ്മള് കേരളത്തിലെ ഒരു വലിയൊരു ബുദ്ധിമുട്ടാ അത് ബിസിനസ് തുടങ്ങുമ്പോ. എന്തായാലും കടം കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ അതല്ല കച്ചവടം ഇപ്പം ഉണ്ടാവില്ല. അല്ല ബിസിനസ്സിലെ കടം അതല്ല ഉദ്ദേശിച്ചത്. നമ്മളിപ്പോ അല്ലാതെ ആൾക്കാർ കടം ചോദിക്കത്തില്ലേ? ഈ ഉം. നമ്മൾ ചിലപ്പോൾ അവരോടുള്ള ഒരു ഒബ്ലിഗേഷന്റെ പുറത്ത് നമ്മൾ അങ്ങനെ അങ്ങ് കൊടുത്തു പോകല്ലോ. പിന്നെ അത് തിരിച്ചു കിട്ടാൻ പാടുവരുന്ന കുറെ സന്ദർഭങ്ങളുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും മാഡത്തിന് വന്നിട്ടുണ്ടോ? തിരിച്ചു കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട്. ഞാന് പെട്ടെന്ന് ഭയങ്കര എമ്പതറ്റിക് ആയിരുന്നു. ഞാൻ കുറച്ചുകൂടി മൈൻഡൊക്കെ സ്ട്രോങ് ആയി. ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ. പിന്നെ ചിലപ്പോഴൊക്കെ അവരുടെ വലയിൽ വീഴാറുണ്ട് മുമ്പൊക്കെ. ഇപ്പൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുണ്ട്. പിന്നെ നമ്മള് അഫർമേഷൻസ് അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വെക്കുക, വിഷ്വലൈസ് ചെയ്യുക, അവര് തിരിച്ചു തരുന്നതായിട്ട് കിട്ടില്ല 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 എന്ന് പറഞ്ഞാൽ കിട്ടില്ല. നമ്മളെ വിശ്വാസം മാറ്റുക, അത്രേ ഉള്ളൂ. ഓക്കെ. നടക്കും. അല്ല ഞാൻ ചോദിച്ച ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് നോ പറയാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ടല്ലോ. അത് ആ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ അങ്ങനെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഉണ്ടായിട്ടില്ല. ഈ കോഴ്സ് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടില്ല. നമ്മളില്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ നല്ലത്. കടം കൊടുത്താൽ ഇപ്പോഴത്തെ കാലത്ത് തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ ഓക്കെ. ഞാൻ നമ്മുടെ അതാണ് ഞാൻ എന്താ എന്റെ ഒരു വിശ്വാസം അതാണ്. ഇപ്പൊ ഞാൻ കടം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പൊ. മുമ്പൊക്കെ ഭയങ്കര പെട്ടെന്ന് കടം കൊടുക്കാറുണ്ട്. ഞാൻ ഈ സമയം നമ്മുടെ ഈ മീറ്റപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമേ നമ്മള് ഈ നോർമലി ആൾക്കാർ പണ്ട് ഇങ്ങനെ പൈസ കടം ചോദിക്കുമ്പോഴേ നമ്മള് മനസ്സിന് അവർ പെട്ടെന്ന് വിഷമങ്ങൾ ഉണ്ടായിട്ട് അവർക്ക് കൊടുക്കുമായിരുന്നു. കൊടുക്കുമ്പോൾ പിന്നെ തിരിച്ചു കിട്ടാൻ നല്ല പാട് വന്ന് ചോദിച്ച് 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 അങ്ങനെ ആയിരുന്നു തരുന്നേ. അപ്പൊ ഞാൻ ഈ നമ്മുടെ മീറ്റപ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സാറിന്റെ കോഴ്സിനൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പം ഈ അടുത്ത സമയത്ത് സ്ഥിരം കടം ചോദിക്കുന്ന ആൾ ഞാൻ നാട്ടിൽ വന്നെന്ന് അറിഞ്ഞുകൊണ്ട് നാട്ടിൽ വന്നിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ കോഴിക്കോട് പോയതിന്റെ ഒക്കെ ഞാൻ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞപ്പോ ആൾ അന്നേരം എന്നോട് ഉണ്ടോ ഒരു 5000 എടുക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം എന്തോ പെട്ടെന്ന് പറയേണ്ടത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ എനിക്കറിയത്തില്ല അത് സിസ്റ്റമാറ്റിക് വേയിൽ കൂടെ ആണോ അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് എന്നും നിങ്ങളുടെ സുഹൃത്ത് ബന്ധം ആവശ്യമാണ്, മരിക്കുന്നത് വരെയും ഈ സുഹൃത്ത് ബന്ധം എനിക്ക് ഭയങ്കര ആവശ്യമുള്ളതാണ് എന്ന് പറഞ്ഞു. പുള്ളിക്കാരി അന്നേരം എന്നോട് ചോദിച്ചു അത് ഇതുമായിട്ട് എന്താ ബന്ധം എന്തോ? അല്ല അത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തരാതിരിക്കണം, എന്നാലേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളിക്കാരി പറഞ്ഞു അത് ഭയങ്കര വല്ലാത്ത ഒരു മറുപടി ആയി പോയല്ലോ, സഹായിക്കണ്ടേ അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ തന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നങ്ങ് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ ഒരു മടി ഉണ്ടായിരുന്നു. ഏതാ അതെ അതെ. ആ അപ്പൊ അത് എനിക്കറിയത്തില്ല അത് സിസ്റ്റമാറ്റിക് ആയിട്ടാണോ അതോ തരത്തില്ല എനിക്ക് തരാൻ പറ്റത്തില്ലെന്ന് അങ്ങോട്ട് ഉറപ്പിച്ച് പറയാനും ഒരു വിഷമം. അതാ ഞാൻ ചോദിച്ചു അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന്. ഈ ഇവിടെ ഉണ്ടായിട്ടുള്ളതേ നമ്മൾ സ്ഥിരം തരുന്ന ആളായ കാരണം നമ്മളും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. നമ്മുടെ അവൻ വരേണ്ട സമയമായല്ലോ, അറിയാതെ സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ അതാണ് നടക്കുന്ന രസം, കാര്യല്ലേ, അതാ രസം, അതാ അതൊക്കെ രസം, അതാ രസം. തോട്ടം വിട്ടുകളെ. അതാ രസം. അവര് ഈ വന്നില്ലെങ്കിൽ ചിലവർ നമ്മളെ പറയും നമ്മൾ വിളിച്ചു ആദ്യമേ വരുത്തും. കടം വാങ്ങാൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മള് വിളിച്ചു വരുത്തും. അങ്ങനെ ഉണ്ടായിട്ടുള്ളത് അത് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ആദ്യമേ നമ്മൾ കൊടുത്ത് പോകും. നമ്മളിങ്ങനെയൊക്കെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിൽ ഞാൻ കൊടുക്കുന്നതാണ്. അത് ഞങ്ങളുടെ അതെ. വീട്ടിൽ പോലും പറയാറുണ്ട് അങ്ങനെ കൊടുക്കരുത് കൊടുക്കരുത് കൊടുക്കരുത്. പക്ഷെ ഈ പറഞ്ഞ പോലെ തിരിച്ചു തരും, മനുഷ്യന്റെ ആവശ്യങ്ങളല്ലേ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതുകൊണ്ട് എന്ത് പറ്റും അങ്ങനെ കുറെയൊക്കെ കിട്ടാതങ്ങ് പോയി. പിന്നെ ഇപ്പൊ ഇങ്ങനെ പിന്നെ ഒന്ന് രണ്ട് നമ്മള് സംഭവങ്ങളൊക്കെ പറയാൻ പഠിച്ചു. പിന്നെ സാറ് പറഞ്ഞ പോലെ നമുക്ക് വിചാരിക്കാം നമ്മുടെ എനർജി ഹീലാവുമ്പോ, നമ്മുടെ എനർജി ലെവൽ കൂടുമ്പോ അവരുടെ മൈൻഡും ശരിയാവും, അവർക്കും ഐശ്വര്യം ഉണ്ടാവും. കടം ചോദിക്കാൻ അങ്ങനെ ആവശ്യമില്ലാത്തൊരു അവസ്ഥയിൽ അവരെയും എത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റാവുന്നതാണെങ്കിൽ ചെറുതൊക്കെ നമ്മൾ പുറത്തു കൊടുക്കുക. അപ്പൊ നമുക്ക് ആ ഫോർഗീവ്നെസ്സിൽ കൂടെ തന്നെ നമുക്ക് വലിയൊരു ഹീലിംഗ് വരുമല്ലോ. ചിലപ്പോ അവരുടെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും അങ്ങനെയെന്ന് പറഞ്ഞിട്ട് വിട്ടുകളയാ. ഫോർഗീവ്നെസ് ചെയ്ത് കൊടുക്കുക അവർക്ക്. ഫോർഗീവ്നെസ് ചെയ്യും കൂടി വേണ്ട. ഫോർഗീവ്നെസ് ചെയ്താലും മാറ്റമുണ്ട്. അത് എനിക്ക് വാടക തരാൻ കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ അഡ്വാൻസ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഒരു 3 മാസമായിട്ട്. അപ്പൊ വേറൊരാളുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതെനിക്ക് കിട്ടില്ല. അയാളെ തന്നെ അയാൾ മുമ്പ് താമസിച്ച സ്ഥലത്തുള്ള ഓണർ പറഞ്ഞു അയാൾ അവിടുന്ന് പറ്റിച്ചിട്ട് 50,000 പറ്റിച്ചിട്ടാ പോയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവർക്ക് പുറത്തു കൊടുത്തു. പിന്നെ കിട്ടുന്നുള്ള ഒരു വിഷ്വലൈസേഷൻ ചെയ്തു. അവരിപ്പോ 2-3 മാസമായിട്ടും അഡ്വാൻസ് തന്നിട്ടില്ല. പക്ഷെ കറക്റ്റായിട്ട് തരുന്നുണ്ട്. ഡേ തെറ്റിയാലും അവര് കൊണ്ടുവന്ന് തരുന്നുണ്ട്. നമ്മൾ പുറത്തു കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ഓക്കെ.
ഓൾറൈറ്റ്. ജെബിൻ, ഇതിലൊരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ചാൽ ഒന്ന് ഒന്ന് ഈ കടം ചോദിക്കുന്ന എല്ലാവർക്കും കടം കൊടുക്കുന്ന സ്വഭാവം നിർത്തുക. കാരണം ചിലർക്ക് അത് ഒരു അസുഖമാണ്. അവരുടെ ലൈഫിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിങ്ങനെ പാറ്റേൺ ആയിട്ടുള്ള ആൾക്കാരെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം, കൊടുക്കാതിരിക്കുക. അപ്പോൾ അവരെ സഹായിക്കുന്നതോറും നമ്മൾ അവരെ ഒന്ന് കൂടുതൽ അംഗവൈകല്യമുള്ള ഒരാളായി സാമ്പത്തിക അംഗവൈകല്യം അല്ലെങ്കിൽ സാമ്പത്തിക വൈകല്യമുള്ള ഒരാളാക്കി മാറ്റുകയാണ്. സഹായിക്കും. അതെ. അപ്പൊ അത് ചെയ്യരുത്. അത് ചെയ്യുക. രണ്ടാമത്തത് എന്ന് വെച്ചാൽ ഇനി നിങ്ങൾക്ക് ആൾക്കാരെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സഹായിച്ചാൽ മതി. ആ പണം കൊടുത്ത പൈസ തിരിച്ചു കിട്ടണം എന്നുള്ളത് സഹായമല്ല. സഹായിക്കുമ്പോൾ അത് പൊയ്ക്കോട്ടെ, സഹായിക്കുക. നിങ്ങൾ എന്ത് ചെയ്തു? ദാനധർമ്മം നടത്തി, അങ്ങനെയാണെങ്കിൽ സഹായിക്കാം. അത്തരത്തിലുള്ള എമൗണ്ട് നിങ്ങൾ കൊടുക്കാനും പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ചെയ്യുക. അതല്ലാതെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ തിരിച്ചു തരും അല്ലെങ്കിൽ തരണം, പിന്നെ അതിന്റെ പേരിൽ വിഷമിക്കരുത്. അതായത് അയാൾക്ക് തരാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾക്ക് തരാൻ കഴിയുന്നില്ല, അത് അക്സെപ്റ്റ് ചെയ്യണം. മനസ്സിലാവുണ്ടോ? അപ്പൊ ഓക്കെ അതൊക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം ഒന്നല്ലല്ലോ ഈ ലോകത്ത് എല്ലാവർക്കും പൈസ കൊടുക്കണം എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അതല്ല, നമ്മളോട് ഈ സ്ഥിരം പാറ്റാനായിട്ട് ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട് സാറേ. അതാണ് അപ്പൊ സ്ഥിരമായിട്ട് അവര് ചോദിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നവരോട് അവരെ കുറച്ച് എന്താ പറയാ ക്ലാസ് അങ്ങ് എടുത്തു കൊടുത്താൽ മതി. പിന്നീട് അത് ചോദിക്കൂല. എന്തെല്ലാം കേൾക്കണം ഇയാളുടെ അടുത്ത് ഒരു പൈസ കിട്ടണമെന്ന് വിചാരിച്ചാൽ അതങ്ങ് പിക്കോളും. ഓക്കെ, ഡോണ്ട് വറി. എനിവേ, നിങ്ങൾ എന്താ വെച്ചാൽ ശ്രദ്ധിക്കുക. കാരണം ഈ കൊടുക്കുന്നത് നമുക്കും ഒരു പ്രശ്നമാണ്. പിന്നീട് അത് ബുദ്ധിമുട്ടുകളും കോംപ്ലിക്കേഷൻസും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ബട്ട് ഓൾവേസ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ഹെൽപ്പ് ചെയ്യുക. ചെയ്യണ്ട എന്നുള്ളതല്ല. എനിവേ, ഓക്കെ. ഇവിടെ ചില ആൾക്കാർ പറയുന്നുണ്ട് ജെബിന്റെ നമ്പർ തന്നെ കുറച്ച് ക്യാഷ് വേണം. ഓക്കെ, വെരി ഗുഡ്. അപ്പം എന്തായാലും ജെബിൻ സൂക്ഷിക്കുക, എൻക്വയറികളും ശ്രദ്ധിക്കുക. അടുത്ത ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എനി ക്വസ്റ്റ്യൻസ്? ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് മുന്നോട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ അടുത്ത ബാച്ച് വരുന്നുണ്ട്. അടുത്ത ബാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രോഗ്രാം ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. ലൈഫ് വിൽ ചേഞ്ച്. അതേപോലെ നമ്മുടെ അഡ്വാൻസ് പ്രോഗ്രാം വരുന്നുണ്ട്. അതിൽ ആർക്കും ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, അതിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് രജിസ്റ്റർ ചെയ്യാം. അഡ്വാൻസ് പ്രോഗ്രാം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അവരുടെ എനർജി ആ ഒരു ലെവലിലേക്ക് പോകുന്നതാണ്. 23-ാം തീയതിയാണ് നമ്മുടെ ഈ ഒരു ബാച്ച് വരുന്നത്. മറക്കരുത്. ഇന്ന് 20 ആയി അല്ലെ? 20-ാം തീയതി ആയി കഴിഞ്ഞു. ഇനി 3 ദിവസം കൂടി ഉള്ളൂ. സോ ഇഫ് യു വാണ്ട് ടു രജിസ്റ്റർ അടുത്ത 10 ദിവസത്തേക്കുള്ള ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. മാം, ഫൈനലായിട്ട് എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈനൽ ക്വസ്റ്റ്യൻ എന്താണ് ഈ ഒരു മറ്റുള്ളവരോട് സഫർ ചെയ്യുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോടൊക്കെ പറയാനുള്ളത്? കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന പലരോട് അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഫൈനൽ മെസ്സേജ്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളൂ. ഭയങ്കര ഇഫക്റ്റീവ് ആണ്. ഈ പറഞ്ഞത് മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ കുറെ കാര്യങ്ങളൊക്കെ വിട്ടുപോയതാണ്. അപ്പൊ എന്തായാലും ഇഫക്റ്റ് ഉണ്ടാവും. നമ്മള് സാറ് പറഞ്ഞ പോലെ ലോജിക്കൽ മൈൻഡോട് കൂടിയിട്ടല്ല ഇരിക്കേണ്ടത്, അന്ധമായിട്ട് വിശ്വസിച്ചിരിക്കുക. ഒരു സെന്റൻസ് ആണ് എനിക്ക് മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്, ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അന്ധമായി വിശ്വസിച്ചിട്ട് ഇരുന്നിട്ട് നമ്മൾ എല്ലാം ചെയ്യുക. ഇപ്പൊ ഇതിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുക. 1 മാസം കൊണ്ടൊന്നും വലിയ മിറാക്കിൾസ് ഒന്നും മിറാക്കിൾ എന്ന് പറഞ്ഞ വേർഡ് പറയരുത് എന്നാണ് പറയുക. മിറാക്കിൾ അല്ല, നമ്മളിൽ ഉണ്ടാവുന്ന മാറ്റമാണ് അത്. സയന്റിഫിക് ആയിട്ട് മാറ്റം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ മാറ്റം ഉണ്ടാവണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ചേരാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചേർന്നോളൂ. ഇപ്പൊ നമ്മുടെ മൈൻഡിൽ മാറ്റം ഉണ്ടാവുമ്പോൾ, എനർജി വൈബ്രേഷൻസ് കൂടുമ്പോൾ നമ്മളിൽ മാറ്റം ഉണ്ടാവുന്നു, നമ്മൾ പോസിറ്റീവ് ആവുന്നു, നമ്മുടെ ഫാമിലിയിൽ മാറ്റം ഉണ്ടാവുന്നു, നമ്മുടെ ചുറ്റുപാടുകളിൽ മാറ്റം ഉണ്ടാവുന്നു, നമ്മുടെ കേരളത്തിൽ തന്നെ മാറ്റം ഉണ്ടാവുന്നു, ഇന്ത്യയിൽ തന്നെ നന്നാവുന്നു, ലോകം തന്നെ നന്നാവുന്നു. ഒരു സ്വർഗരാജ്യം തന്നെ ഇവിടെ തന്നെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോഴ്സിൽ ചേരുന്നത് കുഴപ്പം. ഇവിടെ ചേർന്നാൽ എന്തായാലും നമ്മുടെ എനർജി വൈബ്രേഷൻസ് കൂടുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പൊ എന്തായാലും എല്ലാവരും ചേരുക. ഞാനൊരു കാര്യം കൂടി ആഡ് ചെയ്യട്ടെ, സമയം കഴിഞ്ഞു അല്ലേ? ഞാൻ ഇന്നലെ ഇവിടെ ഒരു പുണ്യസ്ഥലത്ത് ഒരു ഗെറ്റ് ടുഗദർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോകുമ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര പോസിറ്റീവ് എനർജി തോന്നാറുണ്ട്. അപ്പൊ എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഒരു ഇത് വെച്ചിട്ട് ഞാനപ്പോ ഒന്ന് അനലൈസ് ചെയ്തത്, അവിടെ വരുന്നവരൊക്കെ നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് എനർജി വൈബ്രേഷൻസോട് കൂടിയിട്ട് വരുന്ന ഹൈ ലെവലിലുള്ളവരായിരിക്കുമല്ലോ. അതുകൊണ്ടായിരിക്കും ആ ഒരു സ്ഥലത്ത് തന്നെ
ആ സ്ഥലത്തിന്റെ തന്നെ എനർജി വൈബ്രേഷൻ കൂടി എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. മാത്രല്ല അവിടെ ഭണ്ഡാരത്തിലൊക്കെ ഇഷ്ടം പോലെ കാശ് വരുന്നുണ്ട്. അപ്പോ അതും ഈ എനർജി വൈബ്രേഷൻ കൂടിയതുകൊണ്ട് ആയിരിക്കാം അവിടെ ഇത്രയും കോടിക്കണക്കിന് രൂപയും സ്വർണ്ണമൊക്കെ വരുന്നത് ഇങ്ങനെ ഒരു ചെറിയൊരു തോട്ട് അങ്ങനെ ഉണ്ടായി. പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെ ടാപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് എനർജി വൈബ്രേഷൻസ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ ഒരു അവസ്ഥ? നമ്മുടെ എമ്പുരാനിൽ പറയുന്ന പോലെ ബജ്രംഗിയും മുന്നൊക്കെ കുറെ ട്രോമാസ് അനുഭവിച്ചിട്ടിരിക്കുന്നവരായിരിക്കും. അപ്പൊ അവരൊക്കെ ഒന്ന് ഹീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. കംപ്ലീറ്റ് നമ്മുടെ രാഷ്ട്രീയക്കാർ മാറിയിട്ടുണ്ടെങ്കിൽ, മതപുരോഹിതന്മാര് മാറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ തീവ്രവാദം എന്ന് പറഞ്ഞ സംഭവം തന്നെ ഉണ്ടാവില്ല, വർഗീയത ഉണ്ടാവില്ല, നമ്മുടെ രാജ്യം രക്ഷപ്പെടും. നമ്മള് മൊത്തത്തില് നമ്മുടെ രാജ്യത്തിന്റെ എനർജി വൈബ്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളും മാറുക, ഒപ്പം മറ്റുള്ളവരെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ, സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ. താങ്ക് യു. All right. Thank you so much. Thank you, ma'am, for joining with us. And it was a wonderful session. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിന്ന് പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണ്? ഒന്ന് കമന്റ് ചെയ്യുക. ഇന്നത്തെ ഈ സെഷനിൽ നിങ്ങൾക്ക് മനസ്സിലായ, നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ഇൻസൈറ്റ് വന്ന, ഒരു തോന്നലുണ്ടാക്കിയ, ചേഞ്ച് ഉണ്ടാവും, നിങ്ങൾക്കൊരു എക്സൈറ്റ് ചെയ്യിപ്പിച്ച എന്തെങ്കിലും ഒരു പോയിന്റ് ഒന്ന് ഷെയർ ചെയ്യാവും. ഒന്ന് ഷെയർ ചെയ്യുക. അത് ഷെയർ ചെയ്തിട്ട് കമന്റിൽ ഷെയർ ചെയ്തോളൂ. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ചെയ്തോളൂ. എന്താണ് ഷബ്ന മാം ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്? ലവ് ഗോഡ്, ദൈവത്തെ സ്നേഹിക്കാൻ പറഞ്ഞു. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. വേറെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള പോയിന്റ് എന്താണ്? ഒരാൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് നമുക്ക് സലാഹുദ്ദീൻ പറഞ്ഞു കഴിഞ്ഞു. വേറെ ആരാണ്? ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ ഭയപ്പെടാതിരിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, അല്ലെ? വെരി ഗുഡ്. വേറെന്താണ്? നമ്മുടെ എനർജി ലെവൽ കൂടുതൽ ആക്കി വെക്കുക. വെരി ഗുഡ്. ഫെബ്ന ഇൻസ്പെക്ടർ. ഓക്കെ, വെരി ഗുഡ്. വേറെ ഏതാള് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്? ബെറ്റർ വേൾഡ് ഇസ് പോസിബിൾ എന്നുള്ളത് മനസ്സിലാക്കി. യെസ്, ദാറ്റ്സ് എ റിയാലിറ്റി. ആക്ച്വലി ഈ ലോകത്തിന് ഒരു എനർജി കിട്ടും, ഈ വേൾഡിന്, ഈ യൂണിവേഴ്സിന് എനർജി കിട്ടും. നോർമലി അത് 230 ഒരു എമൗണ്ട് ഉണ്ട്. ഓക്കെ, ആ റേഞ്ചിലാണ്. 230 സംതിങ് ആണ് വേൾഡിൻ്റെ മൊത്തം, യൂണിവേഴ്സിന്റെ മൊത്തം. അത് 200 താഴെ പോകുമ്പോൾ ഏത് ഏരിയകളിലാണോ ഡൗൺ ആവുന്നത് അതിനനുസരിച്ച് പ്രശ്നങ്ങൾ ആ ലോകത്ത് ഉണ്ടാവുന്ന പറയാം. ഫൊർഗിവ്നെസ്. ഓക്കെ, ഫൊർഗിവ്നെസ് എന്തിനും എല്ലാത്തിനും ഉള്ള മെഡിസിൻ ആണ്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ എപ്പോഴും നല്ല നെയ്ബർഹുഡിൽ, നല്ല എനർജിയുള്ള സ്ഥലത്ത് താമസിക്കാൻ ശ്രമിക്കുക, അവിടെ ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും പുറത്തു കൊടുക്കുക. വെരി ഗുഡ്. ലവ് മൈ സെൽഫ്, എന്നെ സ്നേഹിക്കണം. അബു നസീബ്. ഓക്കെ, ഫൊർഗിവ്നെസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ ലൈഫ്. നമ്മൾ നല്ലത് ആഗ്രഹിക്കുക. വെരി ഗുഡ്. ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിലായി. ഓക്കെ, EFT മസ്റ്റ് ചെയ്യണം എന്ന് മനസ്സിലായി. ആയിഷ, കം ടു ദ പ്രോഗ്രാം ഇമ്മീഡിയറ്റ്ലി, ഡു ഇറ്റ്. ഓക്കെ, എന്തായാലും എന്ത് ചെയ്യുക, പ്രോഗ്രാമിലേക്ക് വരിക. ചേഞ്ച് യുവർ ലൈഫ്. ഇറ്റ്സ് എ മാജിക്കൽ ടൂൾ. വിഷ്വലൈസേഷൻ ബിഗ് ടൂൾ ടു മേക്ക് ചേഞ്ചസ് ഇൻ ലൈഫ്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. വേറെ ഏതായാലും നല്ലൊരു ഇന്ററാക്ഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി 2 ദിവസത്തേക്ക് ഞാൻ എന്ത് ചെയ്യണം, ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് പോവുകയാണ്, ചെന്നൈയിലേക്ക് പോവാണ്. ഓക്കെ, സോ വി ആർ ഗോയിങ് ആൻഡ് വി വിൽ ഗെറ്റ് ട്രാൻസ്ഫോർംഡ് ആൻഡ് വിൽ കം ബാക്ക്. ഞാനും നമ്മുടെ തന്നെ ഒരു ടീം മെമ്പറും ഉണ്ട് കൂടെ. വിൽ ഗോ ആൻഡ് വിൽ ട്രാൻസ്ഫോം ആൻഡ് കം ബാക്ക്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് നമ്മുടെ വലിയ രീതിയിലുള്ള ഒരു ഷിഫ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ കൊണ്ടുവരാം. നമുക്ക് അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറയാണ്. സി യു ആഫ്റ്റർ. ആ പ്രോഗ്രാമിന് ശേഷമുള്ള ഒരു ഷിഫ്റ്റ് ആയിട്ട് നമുക്ക് വരാം. സജന ഹബീബ്, താങ്ക് യു സർ. എന്റെ വീണ്ടും മാറുമോ? സജന ഹബീബ്, ബേബിയും. താങ്ക് യു സർ. Thank you so much. Thank you, Shabna. Thank you. Thank you. Thank you, everyone. പറഞ്ഞതുപോലെ താങ്ക് യു സർ. താങ്ക് യു. യുവർ വെൽക്കം. വെരി ഗുഡ്. ഷെബിൻ മാംഗ്ലിക്കർ, ഇനി പോകുമ്പോൾ കൂടെ എന്നെയും കൂടെ കൊണ്ട്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു സർ. Thank you, everyone. താങ്ക് യു സാർ. താങ്ക് യു Thank സർ. you.